ഹായ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വോയെ ഹോംസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള വിനോദ് ബാലനാണ്. വെൽക്കം. വിനോദ് ആക്ച്വലി നമ്മൾ നാട്ടുകാരാണ്. അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ രണ്ടുപേരും താമസിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കൊച്ചിയിൽ നിന്നാണ് അല്ലേ? കൊച്ചിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 തുടക്കത്തിൽ ജാനുവരി ഓർ ഫെബ്രുവരി ആ ഒരു സമയത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഹെഡ് സ്റ്റാർട്ടും കൂടെ നടത്തിയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു ടോപ്പ് 23 സ്റ്റാർട്ടപ്സ് ഇൻ 2023 എന്ന് പറയുന്ന ഒരു അവാർഡ് സെറമണി, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ നാട്ടുകാരാണ് എന്നുള്ളതും നമ്മൾ ഒരേ വില്ലേജിൽ നിന്നാണ് എന്നുള്ളവരൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അന്ന് 2023 എന്ന് പറയുന്നത് നമ്മുടെ തുടക്ക കാലഘട്ടമാണ്. ഇന്റർവെൽ തുടങ്ങുന്നതും ഏകദേശം വോയെ ഹോംസ് തുടങ്ങുന്നതൊക്കെ ഒരു സമയത്ത് തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും കാലത്തിനിടയിൽ വോയെ ഹോംസിന്റെ ഒരു ലോയൽ കസ്റ്റമർ ആയിട്ട് ഞാനും ഒരു പാർട്ട് ഓഫ് വോയെ ഹോംസ് ഫാമിലിയായി. എൻ്റെ ജേണിയിലും വിനോദ് ത്രൂ ഔട്ട് നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് സ്റ്റേ ഇപ്പോൾ വോയെ ഹോംസിന്റെ കൂടെ ആയി. ആക്ച്വലി എനിക്കായാലും എൻ്റെ ഫ്രണ്ട്സിൽ പല ആളുകൾക്കായാലും ഈവൻ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് പോലും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം അവർക്ക് വോയെ ഹോംസിന്റെ പ്രോപ്പർട്ടിയാണ് അവർക്ക് ഫേവറേറ്റ്. അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ആയി കഴിഞ്ഞാലും ദ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈവസി തന്നെയാണ് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കൂടുതൽ വോയെ ഹോംസിന്റെ പ്രോപ്പർട്ടി ഇഷ്ടമാവാൻ കാരണം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് വോയെ ഹോംസ് ഇറ്റ് സെൽഫ്. ഞാൻ വോയെ ഹോംസിന്റെ ഒരു കസ്റ്റമർ ആയതുകൊണ്ടും നമ്മുടെ രണ്ടുപേരുടെ ജേണിയും നമ്മുടെ രണ്ടുപേർക്കും നല്ലപോലെ അറിയുന്നത് കൊണ്ടും ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒന്ന് വോയെ ഹോംസിനെ കുറിച്ച് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. So to start with, what actually is വോയെ ഹോംസ്? ഒരു ഫൗണ്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് വോയെ ഹോംസ്? സോ താങ്ക് യു റമീഷ്. വോയെ ഹോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോളിഡേ ഹോമിൻ്റെ ചെയിനാണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഹോളിഡേ ഹോംസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ മൂന്നാറിലോ വാഗമണിലോ അല്ലെങ്കിൽ ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബംഗ്ലാവ്സ് അല്ലെങ്കിൽ ഹോളിഡേ ഹോംസ് കാണാൻ പറ്റും. ഹോളിഡേ ഹോംസ് ഉള്ള കൺസെപ്റ്റ് മേ ബി മലയാളിക്കൊരു പുതിയ കാര്യമായിരിക്കും. ഹോളിഡേ ഹോം എന്ന് വെച്ചാൽ ഇറ്റ്സ് സംവൺ സെക്കൻഡ് ഹോം. ഒരു ഹോം സ്റ്റേ അല്ല. ഹോം സ്റ്റേ എന്ന് വെച്ചാൽ നമ്മൾ പാർട്ട് ഓഫ് സമ്മൺസ് ഹോമാണ്. ഒരാളുടെ വീട്ടിൽ അതിൻ്റെ ഒരു മുറിയോ അല്ലെങ്കിൽ 2 മുറിയിലൊക്കെ നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്ന മുറിയിൽ താമസിക്കുന്നതിനാണ് നമ്മൾ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇത് റിസോർട്ടല്ല, പക്ഷേ ഹോം സ്റ്റേ അല്ല. ഇതൊരു വെസ്റ്റേൺ കൺസെപ്റ്റിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഹോളിഡേ ഹോം. ഇവിടെ വെക്കേഷൻ ഹോംസൊക്കെ വിളിക്കും. വെക്കേഷൻ ഹോംസ് അല്ലെങ്കിൽ ഹോളിഡേ ഹോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു HNI ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ ഓർ എ കമ്പനി അല്ലെങ്കിൽ മേ ബി ഇൻഡിവിജ്വൽസ് അവർക്ക് എപ്പോഴെങ്കിലും താമസിക്കാനായിട്ട് ഉണ്ടാക്കിയിടുന്ന ഹോളിഡേ ഹോംസ്, ടൂറിസ്റ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ ഉണ്ടാക്കിയിടുന്ന ഹോളിഡേ ഹോംസാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിനെ മേ ബി ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി അല്ല. ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ആ കെയർ ടേക്കർ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്, മീൻസ് ഇവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് ഹോളിഡേ ഹോംസിനെ അക്വയർ ചെയ്ത് അതൊരു സിംഗിൾ ബ്രാൻഡിലേക്ക് കൊണ്ടുവന്ന് ആ ബ്രാൻഡിൻ്റെ ഗൈഡ് ലൈൻസും നമ്മളുടെ ചെക്ക് ലിസ്റ്റുകളും ഉപയോഗിച്ച് ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഹോമിനെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വോയെ ഹോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ വോയെ ഹോംസിൽ ഇന്ന് നമ്മൾക്ക് അക്രോസ് ഇന്ത്യ പ്രോപ്പർട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലാണുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവസി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രോപ്പർട്ടികളിൽ. അതായത് ഞങ്ങൾ ശരിക്കും കൊറോണയുടെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ജാം പാക്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ പോകാൻ എപ്പോഴും ഒരു പേടിയുണ്ടാവും അവർക്ക്, റൈറ്റ്? ബിക്കോസ് അന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ്. അങ്ങനെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് പബ്ലിക്കിലോട്ട് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ആയിട്ട് വരുന്നു. മേ ബി അവർക്ക് കുക്ക് ചെയ്യണം, അവർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങൾ വേണം. ആ ഒരു കൺസെപ്റ്റിൽ നമ്മളിത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ നല്ല ആക്സെപ്റ്റൻസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മളിത് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. വി സ്റ്റാർട്ടഡ് വിത്ത് വൺ ഹോളിഡേ ഹോം ഇൻ മൺട്രോ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് കൊല്ലത്ത്, മൺട്രോ തുരുത്ത്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഹോളിഡേ ഹോം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് അറൗണ്ട് ഇന്ത്യയിൽ മാത്രം 120 ഹോളിഡേ ഹോംസ് ഉണ്ട്. പിന്നെ ദുബായിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദുബായിൽ നമുക്ക് ഹോളിഡേ ഹോംസ് ഉണ്ട്. ഇങ്ങനെയാണ് വോയെ ഹോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവസിയാണ് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ പല ഹോളിഡേ ഹോംസിലും പലതരത്തിലുള്ള കെയർ ടേക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു കെയർ ടേക്കേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കെയർ ടേക്കേഴ്സിനെ കൊണ്ടുവന്ന് പുതിയൊരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്ത് ഒരു 3 സ്റ്റാർ ഒരു 4 സ്റ്റാർ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഒരു സർവീസ് ആൻഡ് അമെനിറ്റീസ് ആ
ചെറിയൊരു ഹോളിഡേ ഹോംസിലേക്ക് കൊണ്ടുവന്നിട്ട് കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇതാണ് ഞങ്ങളുടെ ബിസിനസ് മോഡൽ. വോയ ഹോംസ് ഉള്ളൊരു പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് മോഡൽ ഇതാണ്. ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആണ്. ഇന്ന് മേജറായിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ്. ഇതൊരു വലിയ നിഷ് മാർക്കറ്റാണ്. ബേസിക്കലി ഒരുപാട് പേര് ഹോട്ടൽസിലുണ്ടാവും. ഈ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ റൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊരു അൺടാപ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയിരുന്നു. സോ നമ്മളതിലേക്ക് പെട്ടെന്ന് സ്കെയിൽ ചെയ്തു. അങ്ങനെ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രേറ്റ്. ആക്ച്വലി ഈ ഒരു ഡിഫറൻഷിയേഷൻ തന്നെയാണ് നമ്മളെയും വോയ ഹോംസിൻ്റെ ലോയൽ കസ്റ്റമേഴ്സായിട്ട് ഇപ്പോഴും നിലനിർത്തുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും വൈഫായാലും ഒക്കെ നമ്മളൊരു ട്രിപ്പ് പോകുമ്പം നമുക്ക് നമ്മുടെ പ്രൈവസിയും നമുക്കൊരു വീട് പോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചിലപ്പോൾ സ്ഥലം കാണാനായിരിക്കില്ല പോകും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകാറ് ഊട്ടിക്കാണ്. ഊട്ടി എന്ന് പറയുന്നത് നമുക്കാകെ 3 മണിക്കൂറുള്ള ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ പോകുന്ന സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിട്ട് സ്ഥലങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് ഒരു 2 ദിവസം എല്ലാത്തിൽ നിന്നും മാറിയിട്ട് അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്കവിടെ കൂടുതൽ ഒരു സെക്കൻഡ് ഹോം ഫീലിംഗ് വരിക എന്നുള്ളതാണ്. ആ സെക്കൻഡ് ഹോം ഫീലിംഗ് തരാൻ വോയ ഹോംസിന് പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളിപ്പോഴും ലോയൽ കസ്റ്റമേഴ്സായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇനി ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ പിറകിലോട്ട് പോയിട്ട് ആ ഒരു ഏർലി സ്റ്റേജിൽ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതായത് ബേസിക്കലി ആ ഇൻഫോസിസ് കാലഘട്ടം കഴിഞ്ഞ്, എനിക്കറിയാം യു ആർ ആൻ എക്സ് ഇൻഫോസിസ് എന്നുള്ളത്. ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ കുറേ എക്സ് ഇൻഫോസിസുകളെ കാണുന്നത് ഇപ്പോൾ. എൻ്റെ പുതിയ പാർട്ട്ണർ നിവിനും ആക്ച്വലി എക്സ് ഇൻഫോസിസ് ആണ്. അപ്പോൾ നമ്മൾ ഹഡിൽ വെച്ചിട്ടുള്ള ഒരു ടോക്ക് ഷോയിൽ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ദേജാവ് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ആ ഇൻഫോസിസ് കാലഘട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇൻഫോസിസിൽ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബിൽ നിന്നും വാട്ട് മെയ്ഡ് യു തിങ്ക് അബൌട്ട് ഓൺടർപ്രണർഷിപ്പ് ഓർ ഗെറ്റിംഗ് ഇൻ ടു എ സ്റ്റാർട്ടപ്പ്? ഇൻഫോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കരിയർ ഒരു IT അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റിന് എപ്പോഴും മനസ്സിൽ വരുന്നൊരു പേരാണ് ഇൻഫോസിസ് എന്നുള്ളത്. അപ്പോൾ ഒരു മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഇൻഫോസിസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞാൻ കുറേ കണ്ടിട്ടുള്ളത്. കാരണം അതിൻ്റെ ട്രെയിനിങ്സ്. സോ എന്തുകൊണ്ട് ഇൻഫോസിസിലുള്ളവരെല്ലാം ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. കാരണം ഞാൻ ജോയിൻ ചെയ്യുന്ന 2009 2009 അവിടെ റിസഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരെ ലേ ഓഫ് ഉള്ള സമയത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. സോ അത്രയും ടൈറ്റ് ടെസ്റ്റുകളും ടൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇത് ഒരുപാട് കാര്യങ്ങൾ വന്ന് അത് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരാൾക്ക് ഇൻഫോസിസിൻ്റെ പോലൊരു കമ്പനിയിൽ അത്രയും എക്സാംസും അത്രയും ടെസ്റ്റുകളും പാസ്സായിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലല്ല, അത് ഓൾറെഡി കഴിഞ്ഞു. അവിടെ എത്തിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം എത്രത്തോളം അവിടെ ടൈറ്റാക്കുന്നോ അത്രത്തോളം നമ്മളുടെ എബിലിറ്റീസ് ഇതൊക്കെ അവർക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അങ്ങനൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാംസൊക്കെ കഴിഞ്ഞ് നമ്മൾ പാസ്സായിട്ടാണ് ഇൻഫോസിസിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അത് അത്രയും ടൈറ്റായിട്ടുള്ള എക്സാംസാണ് അവിടെ ഉള്ളത്. സോ ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻഫോസിൽ പക്ഷേ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡേ 1 ഇൻഫോസിസിൻ്റെ ട്രെയിനിങ് ടൈമിൽ ആർക്കും പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ തോന്നില്ല. ഒരു 3 months മൈസൂർ ക്യാമ്പസിലാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ കോളേജ്. നമുക്ക് കുറച്ചുകൂടെ ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു കോളേജിലെത്തിയ ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഡേ 1 നമ്മളുടെ ട്രെയിനിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഡേ 1 എനിക്കറിയാവുന്നത് എൻ്റെ ജോലിയല്ലാന്ന്. പക്ഷേ ഈ റമീസ് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സിസ്റ്റം, നമ്മൾ വളർന്ന സ്ഥലം, അല്ലെങ്കിൽ അരീക്കോട് പോലൊരു സ്ഥലം, അല്ലെങ്കിൽ കീഴ്വറമ്പാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. ഇപ്പോൾ കീഴ്വറമ്പ് പോലുള്ള സ്ഥലത്ത് ഒരാൾക്ക് ഒരു ഇൻഫോസിസിലൊരു ജോലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ഇതിന്ന് പെട്ടെന്ന് നമുക്ക് എക്സിറ്റ് ആകാൻ കഴിയില്ല. കാരണം നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾക്ക് ജോലി കിട്ടി, അത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡേ അറിയാമായിരുന്നു എൻ്റെ ജോലിയല്ലാന്ന്. എങ്കിൽ ഞാൻ 9 years സെയിം ജോലി ചെയ്തു. പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണലിസം നമുക്ക് പഠിക്കാൻ പറ്റി. ബട്ട് എഗെയിൻ നമ്മളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് നമ്മളെ ഒരിക്കലും സെക്യൂർഡായിട്ടൊരു ജോബൊന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മളെടുത്ത് തലയിൽ വെക്കുന്ന ലോണുകൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കെപ്പോഴും കുറച്ചുകൂടെ നമ്മളെപ്പോഴും ആ ജോലിയിൽ പിടിച്ചിട്ടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്നിപ്പോൾ ഈ IT വർക്ക് ചെയ്യുന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു 90% ആൾക്കാർക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. റിസൈൻ ചെയ്യണം, തുടങ്ങണം ആഗ്രഹമുള്ളവരാണ്. അതൊരു ചായക്കടയാണെങ്കിലും തുടങ്ങുന്ന പറയുന്ന ആൾക്കാരാണ് എല്ലാവരും. ചായ കുടിക്കാൻ പോയാലും എല്ലാവർക്കും അത് ഇതിനേക്കാൾ നല്ല അതായിരുന്നു വിചാരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ഫിനാൻഷ്യലി ഉണ്ടാവുന്ന ഒരുപാട് ലയബിലിറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ടാകും ഓൾറെഡി.
കാരണം നമ്മൾ ലൈഫ് സ്റ്റൈൽ അതാണ്. ഒരു സാധാ ഒരാൾ ജോലിക്ക് പോകുന്ന ഒരാളെ പോലെ ആയിരിക്കില്ല. നമ്മൾ കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈലിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു ലൂപ്പിനകത്തായിരിക്കും നമ്മൾ കുറേ കാലങ്ങളോളം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് ഒരു സ്ട്രോങ് ഡിസിഷനാണ്. അതെ. ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒന്ന് എക്സിറ്റ് ആവണം എങ്ങനെയാണോ അതേപോലൊരു ഫീലാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻഫോസിസിൽ നിന്ന് അത് കഴിഞ്ഞ് ഇറങ്ങി 2-3 കമ്പനിയിൽ വേറെ വർക്ക് ചെയ്തു. ആ സമയത്തൊക്കെ നമ്മുടെ മൈൻഡിലുള്ളത് സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ്. പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നല്ല, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാലങ്ങളോളം വർക്ക് ചെയ്ത് അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്കപ്പ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു വർഷമെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയിട്ട് ഈ ഒരു എങ്ങനെയായിരുന്നു വോയെ ഹോംസ് എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ സിഗ്നൽ എന്തായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ട്രിപ്പിന് പോകും. വീക്കെൻഡ്സ് നോർമലി ഫ്രീക്വന്റ് ട്രാവലർ ആയിരുന്നു. ഇതിൽ ഏറ്റവും രസമുള്ളൊരു പരിപാടി IT-യിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേയിൽ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രിപ്പ് പോകും. വേറെ ജോലി പോലെയല്ല, സാറ്റർഡേ സൺഡേ ആകുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഈ പ്രൈവറ്റ് സ്റ്റേ എനിക്കൊരു 7-8 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാം ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യും ഒരുമിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലോകം, അത് നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കാണണ്ട, നമ്മളിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, നമുക്ക് പാടാം, ഡാൻസ് കളിക്കാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ ബംഗ്ലാവ്സ് അല്ലെങ്കിൽ ചെറിയ ഹോളിഡേ ഹോംസ് എല്ലാം നോക്കി. അങ്ങനെ കുറേ എണ്ണം എനിക്ക് പരിചയമായി. കുറേ ഹോളിഡേ ഹോംസിൻ്റെ ഓണേഴ്സിനെ ഡയറക്റ്റ്ലി എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ, ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. കാരണം എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ പ്രൈവറ്റായിട്ട് സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഗ്യാങ്ങും മാത്രമുള്ള സ്ഥലം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുന്നത്. അങ്ങനെയാണ് ഒരു ബിസിനസ് മോഡൽ ചെയ്യാന്നുള്ളൊരു രീതിയിൽ വന്നു. നമ്മളൊരു ചെറിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. ആ ഫ്രെയിം വർക്ക് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു പിച്ച് ചെയ്തു. അങ്ങനെ അവിടെ ഇൻക്യുബേറ്റ് ചെയ്തു. കാലിക്കറ്റ് ഇൻക്യുബേറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മോർ ദാൻ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിനേക്കാളും കൂടുതൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. സോ നമ്മൾക്ക് ആദ്യത്തെ ഒരു ഹോളിഡേ ഹോം കിട്ടാൻ ഒരുപാട് സമയമെടുത്തു. പിന്നെ അങ്ങോട്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ എഫേർട്ടില്ലാതെ തന്നെ ഹോളിഡേ ഹോംസ് ഉണ്ട്. ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? ഇത് 2022 നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ 2022 സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ഓൾറെഡി ഇപ്പോൾ ഓയോ ആവട്ടെ, എയർബിഎൻബി ആവട്ടെ, അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് ആവട്ടെ, ഗോയിബീപ്പ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഓൾറെഡി ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പെനിട്രേറ്റ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും സ്കെയിൽ ചെയ്യുകയും. ഇപ്പോൾ ഓയോ ഒക്കെ ഭയങ്കര റൂറൽ ടൗൺസിൽ വരെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിൽ ഇതുപോലൊരു നിഷ് ഐഡിയ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണോ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരുന്നു? അല്ല, ഒന്നാമത്തെ കാര്യം ഈ ഓയോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, Booking.com, Airbnb ഇതെല്ലാം അഗ്രിഗേറ്റേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഓയോ കുറച്ചുകൂടെ റവന്യൂ ഷെയറിങ്ങിലാണ്, റവന്യൂ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ അഗ്രിഗേറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മളുടെ ഡയറക്റ്റ് കോമ്പറ്റേഴ്സസ് അല്ല. ഈ കോമ്പീറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓയോ നമ്മുടെ മാർക്കറ്റ് സ്പേസ് അല്ല, വേറൊരു മാർക്കറ്റിലാണ്. അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഹോട്ടൽസാണ് അവരുടെ കൂടുതൽ പ്രിഫറൻസ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഹോട്ടൽസാണ് അവർക്കുള്ളതെല്ലാം. മേക്ക് മൈ ട്രിപ്പ്, ഗോയിബിബോ, Booking.com, Airbnb ഇതെല്ലാം അഗ്രിഗേറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അടുത്ത് പോലെ എത്തൂല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രോപ്പർട്ടികൾ അവർ ത്രൂ സെല് ചെയ്യും. അപ്പോൾ അവിടെയും ലിസ്റ്റഡ് ആണ് എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം അക്രോസ് ഒരു മേജറായിട്ടുള്ള ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം OTA പ്ലാറ്റ്ഫോംസ് എന്ന് പറയാം, OTA ഓൺലൈൻ ട്രാവൽ ഏജൻസീസ്. സോ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് 10-12 പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റഡ് ആണ്, അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. സെയിം ടൈം സോയ ഹോംസ് ഒരു OTA കൂടെയാണ്. അതെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു മേക്ക് മൈ ട്രിപ്പ് ഇങ്ങനെയുള്ള OTSനെയും നമ്മുടെ വെബ്സൈറ്റിനെയും ഒരു കോമൺ ചാനൽ മാനേജറായിട്ട് കണക്ട് ചെയ്തിട്ട് ആ കണക്ഷനാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് മോഡലിന്റെ ഒരു കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടെക്നോളജിയാണ്. അപ്പോൾ ബേസിക്കലി ഒരു മാർക്കറ്റ് പ്ലേസ് ഒരു അഗ്രിഗേറ്റർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല, ഒരു പ്രോപ്പർ ടെക്നോളജി ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. നമ്മൾ റവന്യൂ ഷെയറിംഗ് എന്നാണ് നോർമലി ഇതൊരു വീട് റെന്റിനെടുത്ത് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ശരിക്കും നമ്മളൊരു വർക്കിംഗ് മെത്തേഡ്. പക്ഷേ അതിനെ ടെക് എനേബിൾ ചെയ്തിട്ട് ഇതിലൊരു 90% കാര്യങ്ങളും ഇതാണ് ടെക് എനേബിൾഡ് ആണ്. മനസ്സിലായി. നമുക്ക് ബിസിനസ് മോഡൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്,
ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കക്കാടംപൊയിൽ നമ്മുടെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. കക്കാടംപൊയിൽ എനിക്കൊരു 4 BHK പ്രൈവറ്റ് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഞാൻ വീക്കെൻഡിൽ പോകാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയാണെന്ന് വിചാരിക്കാം. ഈ പ്രോപ്പർട്ടി എങ്ങനെ വോയ ഹോംസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, എന്തൊക്കെ രീതിയിൽ അസോസിയേറ്റ് ചെയ്യാം, അതായത് ബിസിനസ് മോഡൽസ് എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മളിപ്പോൾ കറൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന 3 ബിസിനസ് മോഡലുകളാണ്. ഒന്ന് പ്രോപ്പർ ലീസിങ് മെത്തേഡ്, നമ്മൾ ലീസ് ചെയ്യാം. നമ്മൾ ആ പ്രോപ്പർട്ടി ഞങ്ങൾ ലീസിന് എടുക്കുന്നു, ഒരു ഫിക്സഡ് മന്ത്ലി റെൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ ലീസിന് എടുക്കുന്നു, നമ്മൾ റൺ ചെയ്യുന്നു. നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു, എത്ര ലോസിലാണോ പ്രോഫിറ്റ് ആണോ ഒന്നും ഓണർ അറിയേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദ മന്ത്ലി റെൻറ്റ്. അതാണ് ഫസ്റ്റ് മോഡൽ. പിന്നെ അടുത്തൊരു മോഡൽ നമുക്കുള്ളത് SOB എന്ന് വിളിക്കുന്നത്, നമ്മൾ സെൽഫ് ഓപ്പറേറ്റഡ് ബിസിനസ് യൂണിറ്റ്സ്. അതിൽ റവന്യൂ ഷെയറിംഗ് ആയിരിക്കും പ്രോപ്പർട്ടി ഓണർ ആയിട്ടുണ്ടാവുക നമ്മൾക്ക്. പക്ഷേ നമ്മളുടെ സ്റ്റാഫിംഗ് ആയിരിക്കും അതിനകത്ത്, എല്ലാം സ്റ്റാഫിംഗ് മുതൽ എല്ലാം നമ്മൾ മാനേജ്ഡ് ആയിരിക്കും. റെന്റ് ഉണ്ടാവില്ല, റവന്യൂ ഷെയർ ആയിരിക്കും. അതെ. അപ്പം നഷ്ടമാണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും വിൽ ബി ഷെയർഡ്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഫ്രാഞ്ചൈസി മോഡലാണ്. ഫ്രാഞ്ചൈസി മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേര് യൂസ് ചെയ്ത് നമ്മൾ പ്രോപ്പർട്ടിയുടെ സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊമോഷൻസ് ഇങ്ങനെയുള്ള പാർട്ടുകളെല്ലാം നമ്മൾ മാനേജ് ചെയ്യും. എല്ലാ സെയിൽസും നമ്മൾ ത്രൂ തന്നെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ സ്റ്റാഫിംഗ് നമ്മുടെ ആയിരിക്കില്ല, അത് എല്ലാം പ്രോപ്പർട്ടി ഓണേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ലീസിങ്ങിലാണ്, പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസി മെത്തേഡിലാണ് ഉള്ളത്. SOB സെൽഫ് ഓപ്പറേറ്റഡ് യൂണിറ്റ്സുകളും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. മനസ്സിലായി. അപ്പം കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സാണ്. അപ്പം നമ്മൾ എട്ടെക്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത്, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ തരുന്ന വാല്യൂ അവരുടെ CAC-ഉം ആ CAC to LTV റേഷ്യോ ആണ് ശരിക്കും നമ്മുടെ ഒരു നോർത്ത് സ്റ്റാർ മെട്രിക് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി ആവട്ടെ, ബിസിനസ് മോഡലിൽ പിവോട്ട് വരുത്തുന്നതൊക്കെ നമ്മൾ അതിൽ നിന്നുള്ള കൂടുതൽ ഡീപ്പറായിട്ട് പോയിട്ടുള്ള ഒബ്സർവേഷൻസിൽ നിന്നാണ് നമ്മൾ ഡിഗ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം നമ്മൾ എന്തൊക്കെ മെട്രിക്സ് ആണ് ശരിക്കും നമ്മളൊരു ഒരു യൂണിറ്റ് എക്കണോമിക്സ് എടുക്കും. ഒരു പ്രോപ്പർട്ടി, ഒരു സിംഗിൾ പ്രോപ്പർട്ടി ബ്രേക്ക് ഈവൻ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെട്രിക്സുകളായിരിക്കും നോക്കുന്നുണ്ടാവുക? ഫസ്റ്റ് തിങ്, ഇതൊരു സീസൺഡ് ബിസിനസ്സാണ്. ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി എല്ലാ മാസവും ഒരുപോലെ വോളിയം ഓഫ് ബിസിനസ് വരുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ഇതിൽ ചില മാസങ്ങളിൽ ഭയങ്കര കൂടുതലും, ബേസിക്കലി പറയുന്ന ഒരു 6 മാസം പണിയെടുത്ത് 6 മാസം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ടൂറിസത്തിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും 6 മാസം ഏതായിരിക്കും പീക്ക് ടൈം? നമ്മൾക്ക് കേരളത്തിൽ ഏറ്റവും സീസൺ നമുക്ക് നോർമലി പറയാം സെപ്റ്റംബറിലാണ് കേരളത്തിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗത്തിൽ. സോ നമ്മൾക്കൊരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അത് ഡിസംബർ. ഇതിൽ സെപ്റ്റംബറിൽ ഒരു മിഡ് ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, ബേസ്ഡ് ഓൺ ദ ക്ലൈമറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഒക്ടോബർ, അതായത് മഴ കഴിഞ്ഞ ഉടനെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ സീസണാണ്, പീക്ക് സീസണാണ്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഇപ്പോൾ വരുന്നത് ഏപ്രിൽ മെയ് ആണ്. വെക്കേഷൻസ്, അതായത് നമ്മുടെ നാട്ടുകാരും ഇതുപോലെ ഡെസ്റ്റിനേഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതെ, അതിലൊരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോഴും പറഞ്ഞ വേർഡ്, ഞങ്ങളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏപ്രിൽ മെയ് എന്നാണ്. എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഏപ്രിൽ മെയ് ഉദ്ദേശിക്കുന്ന കാരണം നമ്മൾക്ക് ഫാമിലി കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഫാമിലി ടൂറിസ്റ്റുകളാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഫാമിലി കസ്റ്റമേഴ്സാണ് വരുന്നത്. ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വരിക വെക്കേഷൻ ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ മേ ബി ഒരു ഹോട്ടലിനോ അല്ലെങ്കിൽ റിസോർട്ടിനോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റിനോ ബിസിനസ് കിട്ടുന്ന സമയത്താണോ ഞങ്ങളുടേത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് ഏപ്രിൽ മെയ് ആണ്. ബിക്കോസ് കേരളത്തിൽ ശരിക്കും 6 മാസമാണ് സീസൺ, നിങ്ങൾക്ക് 9 മാസം സീസണിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് യൂണിറ്റ് എക്കണോമിക്സിലേക്ക് വരാം. ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ നോക്കുന്ന കുറച്ച് മെട്രിക്സസ് എന്തായിരിക്കും? അതെ, നമ്മൾ ഇത് ഓരോ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കിതിനൊരു യുണീക്ക്, ഇതൊരു പ്രൊഡക്റ്റ് അല്ല, റൈറ്റ്, ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്കിതിനൊരു ഒരേപോലെ എല്ലാം പ്രോപ്പർട്ടീനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് അതിൻ്റെ ഒരു വ്യൂ ആയിരിക്കും ഒരെണ്ണത്തിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി നമ്മൾ അക്വയർ ചെയ്ത് അത് ബ്രേക്ക് ഇവൻ ആവുന്ന ടൈം ഞങ്ങൾക്കുള്ളത് 6 months ആണ്. 6 months കൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തിരിച്ച് നമ്മൾക്ക് കിട്ടി തുടങ്ങണം. അത് മേ ബി 1 year പോകുന്ന പ്രോപ്പർട്ടികളും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ലോങ് ലീസാണ്, 9 years മിനിമം നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും, പക്ഷേ നമുക്ക് നമ്മൾ ബേസിക്കലി ലാഭം ഉണ്ടാക്കാനാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് 9 years എടുക്കുന്നത്. ഇതിൽ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ചിലതിന് അതിൻ്റെ ഒരു ബംഗ്ലാവായിരിക്കും, ചിലപ്പോൾ അതിന് വേറൊരു മെട്രിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ചിലതൊരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വില്ലായിരിക്കാം. അപ്പോൾ ഇതിനും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും നമുക്കൊരു പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു പ്രോപ്പർട്ടി നമുക്കൊരു മിനിമം ഒരു 3 rooms ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുക.
പ്രിഫർ ചെയ്യുക. മിനിമം 3 റൂംസ് വേണം. മിനിമം 3 റൂംസ്, 2 to 3 റൂംസ് മിനിമം. നമ്മളൊരു ആവറേജ് 3 ആണ് നമ്മൾ നോക്കുന്നത്. ഈ 3 റൂംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇതിനകത്തു നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൂന്നാറിൽ 2 റൂമുള്ള പ്രോപ്പർട്ടിയിൽ, 2 റൂമുള്ള ഒരു ബംഗ്ലാവിൽ നമ്മളൊരു 2.5 3.5 lakhs വരെ പെർ മന്ത് ബിസിനസ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു സിറ്റിയിൽ ഒരു 2 ബെഡ്റൂമുള്ള ഒരു വില്ല ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റെൻറ്റ് കിട്ടാവുന്ന എത്ര ആയിരിക്കും? മനസ്സിലായി. റൈറ്റ്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 20,000 മാക്സ്. കോഴിക്കോടാണെങ്കിലും 30,000. അതൊരു വലിയ ബംഗ്ലാവ് ആണെങ്കിൽ 50, അതിൽ മുകളിലോട്ടുള്ള റെൻ്റ് ഇല്ല. ആ 2 റൂം വെച്ചിട്ടാണ് നമ്മൾ മന്ത്ലി 3 lakhs ബിസിനസ് ചെയ്യുന്നത്. സോ ഇതൊരു ഇതിലേക്ക് നമ്മൾ എത്രത്തോളം ഇത് ലോയൽ കസ്റ്റമറിനെ എന്താ വീണ്ടും വരുത്താനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൈവസി മാത്രമാണ്. നമുക്ക് സർവീസൊക്കെ ഡിഫോൾട്ടാണ്, സർവീസ് ഓർ അമെനിറ്റീസ് ഡിഫോൾട്ടാണ്. നമ്മൾ പ്രൈവസിയും പിന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വ്യൂ. ഇപ്പം ചില പ്രോപ്പർട്ടികൾക്ക് വ്യൂ ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഒരു 360 വ്യൂ ഒക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും. ചില പ്രോപ്പർട്ടി ടൗണിനകത്തായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ പ്രൈവസി ഫീൽ ചെയ്യായിരിക്കും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ ഇതിനകത്തില്ല. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് പ്രോപ്പർട്ടി ഊട്ടിയിലുള്ള ലോറിങ്സ്റ്റൺ വില്ല. ടൗണിന്റെ സിറ്റി നടുക്കുമാണ്, പക്ഷെ ഭയങ്കര വ്യൂ ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ 6 റൂംസോ 7 റൂംസോ 7 റൂം അങ്ങനെ ഉണ്ട്. പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തായിരിക്കും നോക്കി, ഇത്ര % ഓഫ് ബുക്കിംഗ് മിനിമം വന്നു കഴിഞ്ഞാലാണ് ബ്രേക്ക് ഈവൻ ആവുക, അങ്ങനെ ഒരു കണക്കുണ്ടാവില്ലേ മന്ത്ലി? നമ്മൾക്ക് നമ്മൾ ഫോർകാസ്റ്റ്, അതായത് ഓരോ പ്രോപ്പർട്ടി നമ്മൾക്ക് ഓരോ പ്രോഫിറ്റ് സെൻ്ററാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പോൾ ഈ മാസം ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഫോർകാസ്റ്റഡ് റവന്യൂ ആയിരിക്കില്ല അടുത്ത മാസം ഉണ്ടാവുക, അതിൻ്റെ അടുത്ത മാസം അതായിരിക്കില്ല. അപ്പോൾ ഇത് ഏത് മാസം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി നവംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് നവംബർ ഡിസംബർ ജാനുവരി കൊണ്ട് ആ പ്രോപ്പർട്ടി ബ്രേക്ക് ഔട്ട് ആവും. സെയിം ടൈം ഞാനൊരു പ്രോപ്പർട്ടി ഫെബ്രുവരിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആവും ജൂൺ ആവും. മനസ്സിലായി. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്നാലും ഒരു ഇപ്പോൾ ആവറേജ് നമുക്ക് 62% ഒക്യുപ്പൻസിയാണ് നമ്മൾ ആവറേജ് ഒക്യുപ്പൻസി അക്രോസ് ആർ പ്രോപ്പർട്ടീസ്. ഓക്കെ. സോ ഒരു ആവറേജ് ഒരു 40 ഒക്യുപ്പൻസി പെർ മന്ത് വന്നാൽ നമുക്ക് 40% ഒക്യുപ്പൻസി ഉണ്ടെങ്കിൽ ബിസിനസ് ആസ് എ ഹോൾ ബ്രേക്ക് ബ്രേക്ക് ഉണ്ടാവും. ഇത് എല്ലാം ഇതിൽ വർക്കിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിൽ ഓരോ റിസോർട്ട് ഓരോ ഹോളിഡേ ഹോം ഡിഫറെൻറ്റ് പ്രോഫിറ്റ് സെൻ്ററാണ്. ഇതിനെല്ലാം ഓൾ ടുഗദർ ആണ് വോയ ഹോംസ്. ഞങ്ങൾക്ക് വോയ ഹോംസിനല്ല ടാർഗറ്റ് ഇടുന്നത്, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടിക്കാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഈ മാസം ഇത്ര സെയിൽ, അതെല്ലാം കൂടെ ഈ മന്ത്ലി അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് വോയ ഹോംസ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വോയ ഹോംസിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യാറില്ല, ഞങ്ങൾ പ്രോപ്പർട്ടിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. മനസ്സിലായി. ദാറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ആക്ച്വലി. പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ബിസിനസ് മോഡൽ. ഇനി കോസ്റ്റിൻ്റെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും മേജർ കോസ്റ്റുകൾ വരില്ല? ലെറ്റ്സ് സേ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് 100 രൂപ ചിലവുണ്ട്, ആ 100 രൂപ എവിടെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക? അതായത് ഫസ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ ചോദിക്കുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മൾ റണ്ണിങ് കോസ്റ്റിൽ നമ്മൾക്ക് കൂടുതൽ വരുന്നത് ഒന്ന് റെന്റാണ് മെയിൻ കോസ്റ്റ് വരിക. പിന്നെ യൂട്ടിലിറ്റി ബിൽസ് ലൈക്ക് റെന്റിന് നിങ്ങൾ എപ്പോഴും ഒരു ബാരിയർ കീപ്പ് ചെയ്യോ? മാക്സിമം റെന്റ് ഇത്ര % ആയിരിക്കും? ഞങ്ങൾക്ക് പെർ റൂം ഒരു റെന്റ് കാൽക്കുലേഷൻ ഉണ്ടാവും. ഒരു റൂമിന് ഇത്രയായിരിക്കും കൊടുക്കുക എന്നുള്ളത്. ആ മേ ബി ഇപ്പോൾ അതിൻ്റെ ആംബിയൻസും അല്ലെങ്കിൽ ലൊക്കേഷൻ ഇതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ സപ്പോസ് ഒരു റൂമിന് നമ്മൾ 10,000 ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ മന്ത്ലി ഒരു റൂമിന് ഞങ്ങൾ ഇടുന്നെങ്കിൽ മേ ബി സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള കുറച്ചുകൂടെയൊക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്, മേ ബി 15-20 വരെ പോകും. ഞങ്ങൾ 7 റൂമിന് 3 ലക്ഷം രൂപ റെന്റ് കൊടുക്കുന്ന പ്രോപ്പർട്ടികളുണ്ട്. 7 റൂമേ ആകേ ഉള്ളൂ, പക്ഷെ 3 ലക്ഷം രൂപ റെന്റ് മാത്രം. അത്ര നല്ല പ്രോപ്പർട്ടി ആകുമ്പോൾ അതെ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആണ് അത്. പിന്നെ നമ്മൾ മെയിൻ കോസ്റ്റ് റെൻ്റാണ്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റി ബിൽസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, ചില്ലർ, അങ്ങനെയുള്ള ബിൽസ്, വൈഫൈ, ഇങ്ങനെയുള്ള ബിൽസ്. പിന്നെ ഇതിനൊരു പെർസെൻറ്റേജ് വൈസ് കിട്ടും നമുക്ക് ഏകദേശം ഒരു ആവറേജ് എത്ര % റെന്റ് വരും, എത്ര % യൂട്ടിലിറ്റി വരും? റെന്റ് എപ്പോഴും നമുക്ക് വരിക ഒരു 20% റെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ യൂട്ടിലിറ്റി ബിൽസിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. യൂട്ടിലിറ്റി ബിൽസ് എപ്പോഴും അഗെയിൻ മഴ, ക്ലൈമറ്റ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് യൂട്ടിലിറ്റി ബിൽസ്. പിന്നെ ഇപ്പോൾ സപ്പോസ് ചെറിയ റിപ്പയർസ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബിൽസ് കൂടും. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. റെന്റ് എപ്പോഴും 20% കീപ്പ് ചെയ്യും. ഇനി റെന്റ് യൂട്ടിലിറ്റി അല്ലാതെ പിന്നെ വരുന്ന ബിൽസ് എന്തൊക്കെയാണ്? പിന്നെ നമ്മളെ ഈ ബേസിക്കലി സാലറി എന്തായാലും ഒരു 3 സ്റ്റാഫ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരും. പിന്നെ പ്രൊക്യൂർമെൻറ്റ്സ് ഉണ്ടാവും, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടോയ്ലറ്ററീസ്, സോപ്പ്, ഷാംപൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 80% ആണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ഇസ് 20%.
20% ആണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്. മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൽ നിന്ന് റിവേഴ്സിലേക്ക് പോയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി സെലക്ഷൻ പാർട്ടിലേക്ക് വരിക. ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്ന മെട്രിക്സസ് എന്തായിരിക്കും? ഈ 20% കിട്ടുമോ എന്നുള്ളത്, അല്ലെങ്കിൽ പെർ റൂം റെന്റുകളായിരിക്കുമോ, എന്തായിരിക്കും നിങ്ങൾ നോക്കുന്നത്? ഇത് 2 ആൻസറാണ്. ഒരു ആൻസർ നമ്മൾ ടെക്നിക്കലി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെട്രിക്സ് ഒക്കെ നോക്കി വർക്കുകളൊക്കെ ചെയ്തിരിക്കാം. ഇതിനേക്കാളും ഞാൻ ചെയ്യാറ് നോർമലി ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ചെന്ന് നിന്ന് ഞാനൊരു കസ്റ്റമറാണെന്ന് വിചാരിക്കും, നേരെ കണ്ണു തുറന്ന് നോക്കും. മനസ്സിലായി. ഇത് അവിടെ ഒരാൾ വരുമോ ഇല്ലയോ എന്നുള്ളത് ഫൗണ്ടറിന്റെ ഇൻഡ്യൂഷനാണ്. അതെ, അതിൽ ബേസിക്കലി നമുക്ക് മറ്റതൊക്കെ ഓക്കെ, നമ്മളിപ്പം ഒരു ഓണറായിട്ട് സംസാരിക്കുമ്പോൾ എത്ര റെൻറ്റ് തരാൻ പറ്റും, എന്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ നമുക്ക് ഇത്ര റെൻറ്റ് തരാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചോദിക്കും, റൈറ്റ്? ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത പ്രോപ്പർട്ടിയാണെങ്കിൽ പൂൾ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 5 റൂം പ്രോപ്പർട്ടി, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാഗമണിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മീറ്റിങ്ങിന് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നത്. അത് 6 റൂമാണ് ടോട്ടൽ ഉള്ളത്. 6 റൂമിന് ഓണറുടെ എക്സ്പെക്റ്റേഷൻ 1.5 lakhs പെർ മന്ത് ആണ് ആളുടെ എക്സ്പെക്റ്റേഷൻ. 25,000 പെർ റൂം അല്ലേ? 25,000 പെർ റൂം. അപ്പോൾ നമ്മളവിടെ നെഗോസിയേഷനിലിരിക്കും കുറച്ചുകൂടെ. എനിക്ക് ഒരു സപ്ലൈ ടീമുണ്ട് ഇതിനായിട്ട് മാത്രം, 8 പേരുള്ള ഒരു ടീമാണത്. ആ ടീമാണ് ഇതിനകത്ത് നെഗോസിയേഷൻ ഇരിക്കുന്നത്. സോ നമ്മളുടെ ഒരു ആസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.25 ഒരു 1.25 ലക്ഷം രൂപ വിത്ത് സ്വിമ്മിംഗ് പൂൾ കൂടെ ചെയ്തിട്ടാണെങ്കിൽ 1.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് ഇതിപ്പോൾ പുറത്തൊരാൾക്ക് കൊടുക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ കമ്പനി മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് എല്ലാ ആൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടികളിലും അക്രോസ് എല്ലാ ഓണേഴ്സിനും നമ്മൾ 10 ഫ്രീ സ്റ്റേയും കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ പ്രോപ്പർട്ടി അതെ അപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് വരും മന്ത്ലി, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഒരു 6 റൂംസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു നിയർലി 10 lakhs ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷേ റെൻ്റ് എപ്പോഴും നമ്മൾ 20% പിടിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു ഓഫ് സീസണിൽ ഇത് വളരെ താഴെ വരും. അപ്പോൾ ഇയർലി ആവറേജ് നോക്കുമ്പോൾ നമുക്ക് 20% റെൻറ്റ് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു 1.5 ഇടുന്നത്. പിന്നെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ 10 റൂമിന് 1.25 ലക്ഷം രൂപ റെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് 7 റൂമിന് 3 ലക്ഷം രൂപ റെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ നോക്കുക. ഈ പ്രോപ്പർട്ടി ഞാനൊരു കസ്റ്റമറാണ്, ആ കസ്റ്റമർ എന്നുള്ള രീതിയിൽ എനിക്കത് ബുക്ക് ചെയ്യാൻ പറ്റുമോ, ഞാനൊരു കസ്റ്റമറായിട്ട് ഹാപ്പി ആവുമോ എന്നുള്ളതാണ്. 90% വർക്കൗട്ട് ആവും ഈ ഒരു ഇൻഡ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. 10% ഫ്ലോപ്പ്. എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളതും അതിനെക്കുറിച്ചാണ്, ആ 10% ഫ്ലോപ്പിനെ കുറിച്ച്. അതായത് നമ്മൾ എത്ര ഡാറ്റ ഓറിയൻറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇൻഡ്യൂഷൻ ബേസിൽ എടുത്തു കഴിഞ്ഞാൽ ആ 10% എറർ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടീനെ ഓൺ ബോർഡ് ചെയ്ത് ആ പ്രോപ്പർട്ടി ഈസ് എ ബാഡ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ വേർഡിക്റ്റ് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഞാൻ റീസെൻ്റ്ലി ഊട്ടിയിലൊരു പ്രോപ്പർട്ടി എടുത്തായിരുന്നു. ഇറ്റ്സ് എ വെരി പ്രീമിയം പ്രോപ്പർട്ടി, ഒരു പ്രീമിയം പ്രോപ്പർട്ടി. ദുബായിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തുള്ള വളരെ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, നല്ലൊരു വോളിയം ബിസിനസ് ആയിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇത് ഡേ 1 മുതൽ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമാവുന്നില്ല, എനിക്കെന്താണെന്ന് മനസ്സിലാവുന്നതില്ല. ഇത് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കുറച്ച് കംപ്ലൈൻറ്റുകൾ അവിടെ വന്നു തുടങ്ങി. കാരണം ആ കൺസ്ട്രക്ഷൻ ഊട്ടിയുടേതായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, റൈറ്റ്? നമ്മൾക്ക് നോക്കുമ്പോൾ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ബംഗ്ലോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഒരു മാൻഷൻ അവിടെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഒരു മഴക്കാലത്താണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഊട്ടി എന്നുള്ളൊരു ടെറൈനിൽ അവിടെ ബിൽഡ് ചെയ്യുന്ന ബിൽഡിങ്ങിന് അതിനുള്ള ഒരു ഫാക്റ്റും ഫിഗേഴ്സും വെച്ചിട്ടാണല്ലോ അവിടെ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിലൊന്നും പെടാതെ ഒരു ബംഗ്ലാവ് അവിടെ ഉണ്ടാക്കി. അപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ അവിടെ ആ ഒരു കൺസ്ട്രക്ഷനും അത് മാച്ച് ആവാതെ ഫുൾ ഈ പായലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി, ലീക്കായി തുടങ്ങി. സോ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. അത്രയും നമ്മൾ ഇൻഡ്യൂഷനോ ഡേറ്റോ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല അവിടെ. അത് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ മിനിമം ഒരു 1 year എങ്ങനെയെങ്കിലും ഓടിച്ചു കൊണ്ടുപോവുക, പ്രോപ്പർട്ടി റിലീസ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അകത്ത്. അത് ബിസിനസ്സിൽ എന്തായാലും ഇത് നമ്മൾ 120 പ്രോപ്പർട്ടിൻ്റെ 120 പ്രോഫിറ്റബിൾ അല്ല. ചിലത് കുറേയാണ് നമ്മൾ ഇമോഷൻസിൻ്റെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്, കുറേയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത്. കുറേ ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ വില്ലാതായിരിക്കും, നമുക്കത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ഓൾ ടുഗദർ നമ്മളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ 95% നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ 90% പ്രോപ്പർട്ടീസ് എല്ലാം പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്.
എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ബിസിനസ് മോഡൽ കേട്ടപ്പോൾ തോന്നിയിട്ടുള്ള മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ്റർവെല്ലിലും ഇതുപോലത്തെ ഒരു കേസ് ഉണ്ടാവാറുണ്ട്. നമ്മളോട് എപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഇവരൊക്കെ ചോദിക്കുന്നതാണ്, ടീച്ചേഴ്സിന് നല്ല പേയ്മെൻറ്റ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നൂലേ കുട്ടികൾ അവർക്ക് സ്വന്തം റൺ ചെയ്താൽ പോരെ എന്നുള്ളത്. അതേപോലെ ശരിക്കും വോയെ ഹോംസിൽ ഇപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി ഓണറാണ്, എനിക്കിവിടെ അത്യാവശ്യം നല്ല ബുക്കിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു ഓണർ എന്നുള്ളതിലേക്ക് ഞാൻ അപ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. അപ്പം എന്നാ പിന്നെ ഇത് വോയെ ഹോംസ് ത്രൂ നടത്തണ്ട, ഇതെനിക്ക് സ്വന്തം നടത്തിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന കൈൻഡ് ഓഫ് ഹൗസ് ഓണേഴ്സ് ശരിക്കും ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാറ്? ശരി, അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം ഇപ്പം മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്തെന്ന ഒരാൾ നെക്സ്റ്റ് ടൈം മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്യില്ല. ബിക്കോസ് അതിൽ കുറഞ്ഞ പൈസയ്ക്ക് ആൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് കിട്ടും. കാരണം ഇറങ്ങാൻ നേരത്തെ ആളുടെ നമ്പർ മേടിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്, റൈറ്റ്? അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇത് നടക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടുതൽ ഓണേഴ്സ് HNIs ആണ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ മെയിൻ ഇൻകം അല്ല ഇത് അവരുടെ ഒരു സെക്കൻഡ് ഹോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന് തുടങ്ങിയിട്ട ഒരു കാര്യം മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 90% ഓണേഴ്സൊന്നും ഇത് നോക്കാറ് പോലുമില്ല. ഈവൻ ഞങ്ങൾ റവന്യൂ ഷെയറിങ്ങിൽ ചെയ്യുന്നത് പോലും ആദ്യത്തെ 1-2 മാസമൊക്കെ അവർ നമ്മൾ കൊടുക്കുന്ന കണക്ക് പോലും നോക്കുള്ളൂ. ഇപ്പം ഞാൻ ഊട്ടിയിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ സംസാരിച്ച് ഫസ്റ്റ് പ്രോപ്പർട്ടി 12 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു മാസം അതിൻ്റെ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ. അത് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ 26 ലക്ഷം രൂപയായി ഒരു മാസത്തെ റവന്യൂ. അത് റവന്യൂ ഷെയറിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് കോട്ടേജസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ 12 26 ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ 6 ലക്ഷം നമ്മളെടുത്താലും ഓണർക്ക് എന്തായാലും ഓക്കെയാണ്. അപ്പം ഇപ്പം നമ്മളെ ഓണേഴ്സ് പോലും അതിനെപ്പറ്റി ബോധേഡല്ല. മനസ്സിലായി. ഇത് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ അധികം ഇങ്ങനത്തെ വരുന്നത് ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നല്ല, അങ്ങനത്തെ ചാൻസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളില്ല. കാരണം നമ്മൾക്ക് ഒരു മാസം എങ്ങനെ ഒരു 30-35 പുതിയ പ്രോപ്പർട്ടി ഓൺ ബോർഡിങ് റിക്വസ്റ്റുകൾ മെയിലായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എടുക്കുന്നത് 3-4 മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ലീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീവ് ചെയ്യുന്നതെല്ലാം നമുക്ക് പറ്റാത്തതുകൊണ്ടും പിന്നെ ഒരു റാപ്പോ കിട്ടാത്തതുകൊണ്ടും ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടെ പോയി, അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ ചെയ്യുന്ന ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ മെട്രിക്സ് വെച്ചിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഓരോ പ്രോപ്പർട്ടിയുടെയും. ഞങ്ങളുടെ ടീം, നമ്മളുടെ ഒരു എഞ്ചിനീയറിംഗ് ടീം അവിടെ പോയി ആ പ്രോപ്പർട്ടി ഇവാലുവേറ്റ് ചെയ്ത് ആ പ്രോപ്പർട്ടിയുടെ പഴക്കം, പിന്നെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, ഈ ഇപ്പം ഫിറ്റിങ്സ് മുതൽ ഇലക്ട്രിക് ഫിറ്റിങ്സ് മുതൽ സാനിറ്ററി വരുന്ന അതിന് എല്ലാത്തിൻ്റെയും ബ്രാൻഡുകൾ നമ്മൾ നോക്കും ഏതൊക്കെയാണെന്നുള്ളത്. കാരണം അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഔട്ട്സൈഡ് ചെയ്തിരിക്കുന്ന വയറിങ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന കേബിൾസ് ഏതൊക്കെയാണ്, അതെല്ലാം നമ്മൾ നോക്കും. ഇതേപോലെ തന്നെയാണ് വ്യൂ, പിന്നെ ആംബിയൻസ്, പിന്നെ അവിടുത്തെ കെയർ ടേക്കർ, വെതർ നമ്മുടെ കെയർ ടേക്കറിനെ വെക്കാൻ പറ്റുമോ, അതോ ചില കെയർ ടേക്കേഴ്സുമായിട്ട് ഓണേഴ്സിന് ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അവരെ മേ ബി അവരുടെ ഫാമിലി ആയിട്ട് അവരെ കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിന് നമുക്കൊരു ടീമുണ്ട്, ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് ടീമുണ്ട്, പ്ലസ് ഒരു റവന്യൂ ടീമുണ്ട്. വെതർ റവന്യൂ ടീമിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ഇതിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് റവന്യൂ ടീം ചെയ്യുന്നത്. സോ അവർ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾക്ക് എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോപ്പർട്ടിയിലോട്ട് ഒരു സൈനിങ് എന്നുള്ളൊരു ഇതിലോട്ട് പോകുന്നത്. ഇതിന് കറക്റ്റ് മെത്തേഡ്, നമ്മളൊരു റിട്ടേൺ ആയിട്ടുള്ള മെത്തേഡ്സ് കുറേ നമ്മളെ ടീം ഉണ്ട്. അത് SOP ഉണ്ട്. അതെ. ഈ SOP നിങ്ങൾ തുടക്ക കാലഘട്ടം മുതലേ ക്രിയേറ്റ് ചെയ്തതാണോ, അതോ ഓൺ ദി ഗോയിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നതാണോ? അല്ല, ഞാനൊരു പറഞ്ഞത് എക്സ്-ഇൻഫോഷനാണ്, റൈറ്റ്? സോ എനിക്ക് 2 സ്റ്റാഫ് ഉള്ളപ്പോഴും എൻ്റെ കമ്പനി എനിക്ക് കോർപ്പറേറ്റ് കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് 2 സ്റ്റാഫ് ഉണ്ടാകുമ്പോഴും നമ്മൾ സ്റ്റാഫിന് നമ്മൾ KRAസും KPSും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇയർലി അപ്രൈസൽസ് എടുക്കുമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. മെത്തേഡ്സിലും ചെക്ക് ലിസ്റ്റുകളും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ചെയ്ത പോലെയല്ല ഇപ്പോൾ ചെയ്യുന്നത്, അന്ന് പോലെയുള്ള പ്രോപ്പർട്ടികളല്ല എന്നുള്ളത്. പക്ഷേ ഡേ 1 മുതൽ നമുക്ക് ചെക്ക് ലിസ്റ്റുകളുണ്ട്. പക്ഷേ ഡിഫറൻസ് ഇപ്പം അന്നുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നോക്കാത്തതുണ്ട്. അന്ന് ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഡോറിനൊക്കെ നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ലോക്കുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്, അതൊന്നും അന്നില്ല. അന്ന് നമുക്ക് പിന്നെ അന്നത്തെ കാര്യം അന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രോപ്പർട്ടി കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പറയാം ഇത് വേണം. ഇപ്പോൾ ഞങ്ങൾക്ക് റീസെൻ്റ്ലി മൂന്നാറിലെടുത്ത പ്രോപ്പർട്ടി, ഞങ്ങൾക്ക് എല്ലാം വാം ലൈറ്റുകൾ വേണം റൂംസിൽ, അതെല്ലാം വൈറ്റ് ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഓണറോട് പറഞ്ഞു അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അതെല്ലാം റീപ്ലേസ് ചെയ്യാൻ റെഡിയാണ്. സോ അതാണ് ബ്രാൻഡ്. വൺസ് നമ്മളൊരു ബ്രാൻഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വോയിസാണ് കുറച്ചുകൂടെ സ്ട്രോങ്. അതുവരെ ഓണേഴ്സിനായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവുക.
ഇനി എനിക്ക് മനസ്സിലാവേണ്ടത് കുറച്ചും കൂടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ സൈഡിലാണ്, അതായത് റവന്യൂ സൈഡിലല്ല, ബട്ട് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യയിൽ ഏത് ഭാഗത്തുള്ളവരുടെ ആണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നവരാണ്, ലൈക്ക് IT ക്രൗഡാണോ, അതുപോലെ ഹൗ ഓഫൺ ഡു ദേ സ്റ്റേ, എത്ര തവണ ആളുകൾ ലൈക്ക് ഫ്രീക്വൻ്റ്ലി വരുന്ന കസ്റ്റമേഴ്സാണോ അതോ പുതിയ കസ്റ്റമേഴ്സാണോ കൂടുതൽ, അതിൻ്റെ പേഴ്സൻറ്റേജ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഓവറോൾ ഡാറ്റ. നമ്മൾക്ക് കസ്റ്റമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സ് അല്ല ഒരു 2 വയസ്സോ 3 വയസ്സോ ആയ ഒരു കുട്ടി മുതൽ ഒരു 65-70 വയസ്സുള്ള ആൾക്കാർ വരെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഇതിലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇതില്ല. കാരണം ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഫാമിലിയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിയായിരിക്കും ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ വയസ്സായ ആൾക്കാർ വരെ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ജോഗ്രഫിക്കലി ഇതിനകത്ത് ഒരു അങ്ങനെ ഒരു ഡിഫൈൻഡ് അല്ല. കാരണം മേ ബി വോയെ ഹോംസിൻ്റെ വെബ്സൈറ്റ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സിൽ ഒരു 50% കേരള ക്രൗഡാണ്. പക്ഷേ നമ്മളെ മേക്ക് മൈ ട്രിപ്പ്, Airbnb, Booking.com ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അക്രോസ് വേൾഡ് നമ്മളെ ബുക്കിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് ആവില്ല. കേരളത്തിൽ വരുന്ന ഇപ്പോൾ നമുക്ക് കേരളം മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഊട്ടിയാണ്. ഇപ്പോൾ നമുക്ക് കൂർഗിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഗോവയിൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഊട്ടി ഒരു മേ ബി എല്ലാവരും പറയും ഊട്ടിയിൽ കൂടുതൽ കേരള ആൾക്കാരെ വരിക എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ള ക്രൗഡുണ്ട്. സോ അങ്ങനെ ഒരു ജോഗ്രഫിക്കലി നോക്കാൻ പറ്റില്ല, പിന്നെ നമുക്കറിയാം ഡെമോഗ്രഫി സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു, സീരിയസ്ലി നമുക്ക് ഇപ്പം ഇൻ്റർവെല്ലിൽ നമുക്കൊരു ഡിഫൈൻ ചെയ്യാം ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഇതിനൊരു കസ്റ്റമർ ഡെമോഗ്രഫിയോ കസ്റ്റമർ ജിയോഗ്രഫിയോ കസ്റ്റമർ ബയോഗ്രഫി പോലും നോക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റാണ്. അത് പറയാനുള്ള കാരണം ഇപ്പം പണ്ടൊക്കെ നമ്മുടെ പാരൻസ് ഒന്നും ടൂറൊന്നും പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു, റൈറ്റ്? സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ പോയിട്ട് എന്തിനാണ് വരുന്നത്, എന്നോടൊക്കെ ഫാദർ ചോദിക്കുമായിരുന്നു എന്തിനാണ് പോകുന്നത്, ഒരു സ്വപ്നം കണ്ട് വരുന്ന പോലെ അവിടെ പോയി തിരിച്ചു വരാൻ എന്തിനാണ് പോകുന്നത് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ട്രാവൽ ചെയ്യും, റൈറ്റ്? ഇപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യും. അതുകൊണ്ട് പോസ്റ്റ് കോവിഡ് കൾച്ചർ ഭയങ്കരമായിട്ട് മാറി. അതെ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡേറ്റ് വേണം. 2 മാസം കൂടുമ്പോൾ ഫാമിലി ട്രിപ്പ് നിർബന്ധമാണ്. അതും മദറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ട്രിപ്പ് ഉണ്ടാവും, ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ട്രിപ്പ് ഉണ്ടാവും, കസിൻസിന്റെ ഒരു ട്രിപ്പ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ക്ലോസ് ഫാമിലി വീട്ടിലുള്ളവർ, അനിയത്തി, അവരുടെ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ നമ്മൾ മാത്രമുള്ള ഒരു ട്രിപ്പൊക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 month 3 month കൂടുമ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. കൾച്ചർ എൻ്റയർലി മാറി. അതെ. ഇപ്പോൾ ട്രിപ്പിന് പണ്ടൊക്കെ നമ്മൾ അതിന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരു ഇതിൻ്റെ കസ്റ്റമേഴ്സ് ജേണി നമ്മൾ ആ ഓഫർ അവർ വരുന്നു നോക്കും. അപ്പോൾ ചില പ്രോപ്പർട്ടികളിൽ ഇപ്പോൾ ഞങ്ങളൊരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ചില പ്രോപ്പർട്ടികൾ ആ പ്രോപ്പർട്ടി താമസിക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് കാന്തല്ലൂർ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, മൂൺലൈറ്റ് ബംഗ്ലോ. അവിടെ കാന്തല്ലൂർ വരുന്നവരല്ല അവിടെ വരുന്നത്, അത് മൂൺലൈറ്റിൽ താമസിക്കാൻ വരുന്ന ആൾക്കാരാണ് വരുന്നത്. അവിടെ എന്നാ ഫ്രീ ആണെന്ന് ചോദിക്കാം വിളിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിൽ ഇപ്പം സിൽവർ ഡെയിൽ ബംഗ്ലാവ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലോറിസ്റ്റൺ, അവർ വിളിച്ചിട്ട് ചോദിക്കുക അന്ന് ആ പ്രോപ്പർട്ടി എന്നാ ഫ്രീ ഉള്ളത് ചോദിക്കും. അപ്പോൾ അന്ന് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അവർ അന്നത്തേക്ക് ബുക്ക് ചെയ്യും. മറ്റേന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്നാർ വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഊട്ടി വരുന്ന ഒരാൾ താമസിക്കാനുള്ള സ്റ്റേ ആയിട്ട് നോക്കുന്നതാണ്. നമുക്ക് 2 മിക്സ് ഓഫ് എല്ലാം ഉണ്ട്. നമുക്ക് കുറേ പ്രോപ്പർട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം കാറ്റർ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് റിസോർട്ട്സും ഉണ്ട്. ചിലപ്പോൾ ഒരു വലിയ ഫാമിലി ട്രിപ്പ് വരുന്നു, ഒരു 30 റൂം 40 റൂം വേണം പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റിസോർട്ട്സ് ആണെങ്കിൽ തന്നെയും പ്രൈവസി എൻഷുർ ചെയ്തിട്ട് കോട്ടേജസ് പോലുള്ള റിസോർട്ട്സുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഊട്ടിയിൽ ഡേജെ കേബിൾ എന്ന് പറഞ്ഞിട്ട് അതിന് 7 വില്ല ഉണ്ട്, 7 ഇൻഡിവിജ്വൽ വില്ല, എല്ലാം 3 BHK ആണ് ഒരു ക്യാമ്പസിനകത്ത്. അപ്പോൾ പ്രൈവസി ഒരു 7 ഫാമിലി വന്നാൽ 7 ഫാമിലിക്ക് 7 ഫാമിലിയുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, എന്നാൽ ഒരു ടുഗദർനെസ്സും കിട്ടും അവിടെ തന്നെ. അതുപോലെ ഗ്രൂപ്പ് ട്രാവൽസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ മദറൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അടുത്ത് മദർ ആയാലും ഫാദർ ആയാലും അവർ ഒരുമിച്ചല്ല, പക്ഷെ അവർ സെപ്പറേറ്റ്. ഇപ്പം മദറിന് അവരുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, +2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫാദറിനും ഇതുപോലെ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഉപ്പ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അപ്പോൾ ഉപ്പ പോയി വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ഓഫീസിലും അവിടുത്തെ ട്രാവലേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് അത്രയും ട്രാവലിംഗും ഉണ്ട്. അവർ കണ്ടിന്യൂസ്ലി ട്രാവലിംഗ്, ഒരാൾ പോയി വരുമ്പോൾ അടുത്ത ആൾ പോകുന്നു, ചിലപ്പോൾ 2 പേര് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന കൾച്ചറും ഒരുപാട് കൂടിയിട്ടുണ്ട്. അത്തരത്തിലുള്ളവരും കൂടുതലായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് സ്റ്റേസ് ചൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായി. അതെ. നമ്മളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ്. റൈറ്റ്. കാരണം ഈ എല്ലാ ട്രിപ്പിൻ്റെ
ചർച്ചകൾ കാരണം ഒരു വാട്സപ്പിലെ ഗ്രൂപ്പാണ്, ട്രിപ്പ് പോയാലോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെല്ലാവരോടും ഞങ്ങൾക്കിപ്പം വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ളൊരു പരിപാടി ഒഴിവാക്കിയാൽ ഞങ്ങളുടെ ബിസിനസ് മേ ബി കുറച്ചുകൂടെ താഴെ പോകും. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ടാണ് തുടങ്ങുക. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബുക്കിംഗ് ഗ്രൂപ്പുകൾ വരുന്നത് ഫാമിലീസ് വന്നിട്ട് അവർ തന്നെ കുക്ക് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ച് അത് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡിനെ നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്രൗഡ് ഇപ്പം വരുന്നു, കുക്ക് ചെയ്യുന്നു. ചിലപ്പോൾ അവർ കിച്ചൺ വേണമെന്ന് പറയും, കിച്ചൺ ഉണ്ടാവും, ഒരു ക്യാമ്പ് ഫയർ ഇടും, ഒരു ബാർബിക്യൂ ഉണ്ടാവും. സോ ആ ഒരു ടുഗദർനെസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫാമിലി അതൊരു ടൈമാണ് ആക്ച്വലി. അതിനൊരു സീസൺ ഉണ്ട്, എപ്പോഴും നടക്കാറില്ല. കൂടുതൽ ഈ ഏപ്രിൽ മെയിലാണ് നമുക്ക് ഈ ഫാമിലീസിൻ്റെ ഒരുപാട് വെക്കേഷൻ. പിന്നെ നമുക്കൊരു മോർ ദാൻ 50 ഒക്കെ വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ഒരു ബിൽട്ടല്ല, എല്ലാം ചെറുതാണ്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണുള്ളത്? കേരളത്തിന് പുറത്ത് ഊട്ടിയിൽ കൂർഗിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി, ഗോവയിലുണ്ട്, പിന്നെ കൊടൈക്കനാലുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത്? കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലൊക്കേഷനായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൺട്രോ തുരുത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കോവളം, വർക്കല, മൺട്രോ തുരുത്ത്, ആലപ്പുഴ, വാഗമൺ, കൊച്ചി, മൂന്നാർ, തേക്കടി, പിന്നെ ഇവിടെ അട്ടപ്പാടി, ആനക്കട്ടി, അട്ടപ്പാടി, വയനാട്, അത്രയും ആയി. അപ്പോൾ നമ്മളെ കക്കാടംപൊയിലേക്ക് എന്ന് വരും? നമ്മുടെ ഹിഡൻ ജമ്മായിട്ടുള്ള കക്കാടംപൊയിൽ എന്ന് വരും? അതൊരു സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കാൻ വന്ന ചോദ്യം അതായിരുന്നു. ശരിക്കും നിങ്ങൾ ഒരു പുതിയ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ട്, അതായത് ഒരു ലൊക്കേഷനിൽ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി 10 സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ 11ാമത്തെ സ്ഥലം തുടങ്ങുന്നതാണോ അതോ ഒരു പുതിയ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതാണോ ശരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ? അല്ല, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ ടീം മീറ്റിംഗ് എടുത്തപ്പോൾ ഊട്ടിയിൽ ഇപ്പോൾ 21 പ്രോപ്പർട്ടി ആയി, ടോട്ടൽ 200 റൂംസിന് മുകളിലുണ്ട്. ഇപ്പോൾ ഊട്ടിയിൽ ഞങ്ങളെ കോമ്പീറ്റർ ആരാണെന്നറിയോ? ഞങ്ങൾ തന്നെയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. സീരിയസ്ലി ഊട്ടി ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും 3rd ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് കയറി കിടക്കുന്നുണ്ട്. ഈവൻ മേക്ക് മൈ ട്രിപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത്രയും നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കോമ്പീറ്റിങ് ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പല മാർക്കറ്റിലും മൂന്നാറിൽ ഞങ്ങൾ കോമ്പീറ്റിങ് ഞങ്ങൾ തന്നെയാണ്, ഊട്ടിയിൽ നമ്മൾ തന്നെയാണ്. ഒരു പുതിയ ഡെസ്റ്റിനേഷൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് അവിടെ ഒന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടി കൊണ്ട് ചെന്നാൽ മാർക്കറ്റ് വർക്കൗട്ട് ആവും. ഇപ്പോൾ ഈ ലെഷ്യർ മാർക്കറ്റുകളുണ്ട്, പിക്നിക് സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ വാഗമൺ ഒരു പിക്നിക് സ്പോട്ടായിരുന്നു, പക്ഷേ പതിയെ അതൊരു ലെഷ്യർ മാർക്കറ്റായിട്ട് മാറി. മൂന്നാറൊക്കെ പോലുള്ള ഒരു സ്ഥലമായിട്ട്, മൂന്നാർ, തേക്കടി, ആലപ്പുഴ ഒക്കെ പോലുള്ള ഒരു സ്ഥലമായിട്ട് മാറി. കക്കാടംപൊയിൽ ആ വഴിയിലാണ്. ഈ രാവിലെ പോയി വൈകിട്ട് വരുന്നൊരു അതായിരുന്നു ആദ്യം. ഇപ്പോൾ ഒരു സ്റ്റേ തുടങ്ങി ആൾക്കാർ. പണ്ട് നമ്മൾ ഇതുപോലെ സൺഡേ മോർണിംഗ് പോയിട്ട് ഈവനിങ് തിരിച്ചു വരില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് പോകും, മൺഡേ മോർണിംഗ് തിരിച്ചു വരുന്നത്. അതിങ്ങനെ ഒരു ലോങ് സ്റ്റേയിലേക്ക് വരുമ്പോഴേക്കാണ് ആ ഒരു മാർക്കറ്റ് ഒരു റെവല്യൂഷൻ പോലെ വരുന്നത്. അത് നോർമലി ഒരു പിക്നിക് സ്പോട്ടിൽ നിന്ന് മാറി ടൂറിസ്റ്റ് സ്പോട്ടാവും. ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ബിസിനസ് ചെയ്യാൻ സുഖമാണ്. മറ്റേതാകുമ്പോൾ ഒരുപാട് റിസോർട്ടുകൾ വരണം. ഒരുപാട് റിസോർട്ട് വരുമ്പോഴാണ് ഇതൊരു ലെഷ്യർ മാർക്കറ്റായിട്ട് മാറുന്നത്. കുറച്ചുകൂടെ വെൽനെസ്സിനൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ മാറും. കക്കാടംപൊയിൽ ഇപ്പോഴത്തെ ഒരു ഫുട്ഫാൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. കസ്റ്റമർ ഫുട്ഫാൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് അവിടെ സ്ഥലമുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞു, എനിക്ക് പേഴ്സണലി സ്ഥലം ഉണ്ടായിട്ട് പലരും അത് എന്നോട് ലീസിന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ഇത്രയും റിസോർട്ടുകളും ഹോളിഡേ ഹോംസും മാനേജ് ചെയ്യായിട്ട് പോലും ഞാൻ കക്കാടംപൊയിൽ പോയിട്ടില്ല. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്ര 200 ചില്ലാനം പ്രോപ്പർട്ടി ഉണ്ടായിട്ട് പോലും സ്വന്തം നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നില്ല. അതും ഞാനിപ്പോൾ പോകുമ്പോൾ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് മന്ത് പോയപ്പോൾ പോലും ഫുൾ കർണാടക രജിസ്ട്രേഷൻ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളാണ്. പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സ്ഥലമാണ്. നമുക്കിത് നമ്മുടെ സ്വന്തം സ്ഥലം പോലെ ഫീൽ ചെയ്യുന്ന. ഈവൻ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അവിടെ ഒരു സെക്കൻഡ് ഹോം ഉണ്ടായിരുന്നു ഒരു പരിധി വരെ. ഇപ്പം അതൊക്കെ ഇതുപോലെ കൊമേഴ്ഷ്യൽ സ്പോട്സ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നും. പക്ഷേ എഗെയിൻ ചിന്തിക്കുമ്പോൾ മേ ബി വയനാട്ടിനേക്കാളൊക്കെ നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും കക്കാടംപൊയിൽ. അതെ. അതൊരു വയനാട് വന്ന ക്രൗഡിനെ അവരൊരു എക്സ്റ്റൻഷൻ ആയിട്ട്, ഇപ്പോൾ മൂന്നാർ വരുന്നവർ കാന്തല്ലൂർ പോകുന്നു, മൂന്നാർ വരുന്നവർ വട്ടവട പോകുന്നു, അതേപോലെ വയനാട് വരുന്നവർ പോകുന്ന ഒരു സ്ഥലമായിട്ട് കക്കാടംപൊയിൽ മാറും. മനസ്സിലായി. ഇപ്പോൾ മൂന്നാറും വട്ടവട എങ്ങനെയാണോ അതേപോലെ ഒരു സ്ഥലമായിട്ട് ഈ കക്കാടംപൊയിൽ മാറും. വയനാട് വരുന്നവർ ഇറങ്ങി നമ്മുടെ
തുഷാരഗിരി വാട്ടർഫാൾ അങ്ങനെ അങ്ങ് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് നമ്മുടെ ടണലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സീനായി. അതെ അതെ അതെ, അത് എന്തായാലും വരും അവിടെ, അത് മാറും. പക്ഷേ ഇപ്പം എൻ്റെ ഒരു കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ഫൗണ്ടർ കമ്പനി, റൈറ്റ്? അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഞങ്ങൾ ദുബായിൽ എക്സ്പാൻഷൻ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ കൂടുതൽ എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ കക്കാടംപൊയിൽ നെക്സ്റ്റ് ഈ ഒരു വർഷം എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്തത് ഇനിയും ഇപ്പം നമ്മൾ ബിസിനസ് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ, ഇന്ത്യ ആസ് എ മാർക്കറ്റ്, നമ്മൾ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ഒരു മാർക്കറ്റാണ് ശരിക്കും ഹോസ്പിറ്റാലിറ്റി മാർക്കറ്റ് എന്നുള്ളത്. ഹൗ ഡു യു സീ ആസ് എ ഫൗണ്ടർ ഓഫ് എൻ ഹോസ്പിറ്റാലിറ്റി കമ്പനി, അല്ലെങ്കിൽ ഒരു OTA പ്ലാറ്റ്ഫോമൊക്കെ റൺ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഹൗ ഡു യു സീ ഇന്ത്യൻ മാർക്കറ്റ്? ഇന്ത്യ ഇസ് എ ഗ്രേറ്റ് മാർക്കറ്റ്. കാരണം ഇതൊരു വലിയ മാർക്കറ്റാണ്. നമ്മൾ ഇവിടുത്തെ എല്ലാ സ്റ്റാർട്ടപ്പ് റമീസിനെ അറിയുന്നതാണ്, എല്ലാവരും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ദുബായി പോകുന്നു, റൈറ്റ്? ദുബായ് ഒരു ചെറിയ മാർക്കറ്റാണ്, ചെറിയ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ എത്ര ആൾക്കാരുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? ഇത്രയും ആൾക്കാരിൽ ഒരു ചെറിയ ഭാഗം ആൾക്കാർ ട്രാവൽ ചെയ്താൽ തന്നെ നമ്മളുടെ അവിടെ വരുന്ന വോളിയത്തിൻ്റെ എത്ര ഇരട്ടി ബിസിനസ് നടക്കും. പക്ഷേ ഇതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെ മെൻറ്റാലിറ്റി മാറാനുണ്ട്, കുറേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറാനുണ്ട്, ടൂറിസ്റ്റുകളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറാനുണ്ട്. ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഫീലായിട്ടുള്ള സംഭവം ഉണ്ട്. ഞങ്ങൾ റാസൽ ഖൈമയിൽ പോയിട്ട് അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പോലീസ് വന്ന് ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ടൂറിസ്റ്റാന്ന് പറയുമ്പോഴേക്കും അവരുടെ കമൻറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ എന്നാണ്. ആ രീതിയിലോട്ട് മാറണം. ഇവിടുത്തെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്ക് കൂടുതൽ ബാത്റൂമുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമ്മളൊരു 3 or 4 years കഴിയുമ്പോൾ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ആദ്യം പഠിക്കേണ്ടത്, റൈറ്റ്? ഒരാൾ വരുമ്പോൾ ആ ഒരു കൾച്ചർ ഇതുവരെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട്, മൂന്നാറിൽ ടൂറിസ്റ്റുകൾക്കെതിരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ അവരാണ് നമുക്ക് പേ ചെയ്യുന്നത്. സോ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരോട് ബിഹേവ് ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ബേസിന് തുടങ്ങേണ്ട ഒരു വർക്ക്. അത് ഇതുവരെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഞാൻ പറയുവാണെങ്കിൽ നമ്മളുടെ വോളിയത്തിൻ്റെ ഒരു 80% ഇന്ത്യനാണ്. ബിഫോർ കോവിഡ് നമുക്ക് ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർക്കലയിലൊക്കെ പല റിസോർട്ടുകളും ഓൺലി ഫോർ ഫോറിനേഴ്സ് ആയിരുന്നു. അവിടെ ഒരിക്കലും ഒരു ഇന്ത്യൻ കസ്റ്റമറിന് ചെക്കിൻ പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ മാറി, ഇപ്പം അങ്ങനെ പ്രോപ്പർട്ടികളേ ഇല്ല. വർക്കല കോവളത്തുണ്ടായിരുന്നു, എത്രയോ പ്രോപ്പർട്ടികളുണ്ടായിരുന്നു. ഫോറിനേഴ്സ് വരുന്നത് ഫോറിനേഴ്സ് കുറവാണ്. ഫോറിനേഴ്സ് കുറഞ്ഞതായിരിക്കില്ല, മേ ബി കൂടിയതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ആൾ വാഗമൺ പ്രോപ്പർട്ടി വാങ്ങിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അയാൾ ഒറീസക്കാരനാണ്. അയാൾ ഫാമിലിയായിട്ട് മൂന്നാറിൽ ഒരു ദിവസം വന്ന് താമസിച്ചപ്പോൾ അയാൾക്കൊരു ആഗ്രഹം, കേരള ഒരു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ ഇവിടെ ഒരു പ്ലോട്ട് മേടിക്കണം, ഒരു വീട് വെക്കണം എന്നൊക്കെ. അയാൾ ഒരു പ്ലോട്ട് മേടിച്ചു. ഓൾറെഡി അതിലൊരു വില്ല ഉണ്ടായിരുന്നു. ആ വില്ല ഇപ്പോൾ നമ്മൾ ലീസിനെടുത്തു. സോ പക്ഷേ അയാളുടെ ഏജ് എന്ന് വെച്ചാൽ ഒരു 68 ഏജ് ഉണ്ട് അയാൾക്ക്. അപ്പോൾ അയാൾ ലാസ്റ്റ് അയാൾക്ക് എന്താ പറയുക, ആൾക്ക് ഒരു ഡൊമസ്റ്റിക്, ഇപ്പം മേ ബി ആദ്യമൊന്നും ഇത്രയും കസ്റ്റമേഴ്സ് നമുക്ക് വരില്ലായിരുന്നു. ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വരുന്നുണ്ട്. കാരണം ഗോവ കഴിഞ്ഞാൽ ഒരു നല്ല ബീച്ച്, ഇന്നിപ്പോൾ കേരളത്തിൽ വെച്ച് വർക്കലയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. സോ വർക്കല വരുന്നു. ഇപ്പോൾ ഒരു മൂന്നാർ പോലൊരു സ്ഥലം വേറെ ഇല്ല. അതുകൊണ്ട് എന്തായാലും ആൾക്കാർ വരുന്നു. ഇതൊരു ഡൊമസ്റ്റിക്കിൻ്റെ ഇൻക്രീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായി. ഇനി ലെറ്റ്സ് സേ ഞാൻ ഈ സ്പേസിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഫണ്ടിങ് രണ്ട് യൂസ് കേസും എടുക്കണം. ഞാൻ വെൽ ഫണ്ടഡും ആണ്, എൻ്റെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ട്, എൻ്റെ അടുത്ത് ക്യാപിറ്റൽ ഇല്ല. ഈ രണ്ട് സിനാരിയോയിലും ഫൗണ്ടേഴ്സ് വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഈ സ്പേസിൽ, ട്രാവൽ ടെക് സ്പേസിൽ തുടങ്ങുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടീസ് ഏത് സ്പേസിലായിരിക്കും? അത് കൾച്ചറായിരിക്കുമോ, അതായത് ഈ മാർക്കറ്റിലുള്ള കൾച്ചറായിരിക്കുമോ, അതോ കോമ്പറ്റീഷൻ ആയിരിക്കുമോ, ഓപ്പറേഷൻസ് ആയിരിക്കുമോ, അതോ കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിരിക്കും? എന്തായിരിക്കും അവരുടെ പെയിൻ? ഇത് ഒരു പുതിയൊരു ബിസിനസ് മോഡലല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതൊരു എക്സിക്യൂഷൻ ബിസിനസ് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഒരു 1, 2 അല്ലെങ്കിൽ 10 ഹോളിഡേ ഹോംസൊക്കെ മാനുവലി ഒരാൾക്ക് റൺ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് വലിയ ഒരു സ്ട്രഗിൾ ഇല്ലാതെ. അവിടുന്ന് അങ്ങോട്ട് ഗോ ചെയ്യാനാണ് പാട്. സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ടെക് വേണം. ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് സക്സസ് ആയി? എനിക്ക് ടെക് അറിയാം, ടെക് യൂസ് ചെയ്യണമെന്നറിയാം. ടെക് അറിയാൻ മാത്രമല്ല, ടെക് യൂസ് ചെയ്താൽ മാത്രമേ ഇത് ഞങ്ങളെല്ലാം ടെക് എനേബിൾഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. നമ്മളെല്ലാ പ്രോസസ്സുകളും കസ്റ്റമർ കണക്ട് ചെയ്തിട്ട് ചെക്ക് ഔട്ട് ആയി പോകുന്നത് വരെ എനിക്ക് 15ഓളം പ്ലഗിൻസ് ഉണ്ട് നമ്മൾക്ക്. പല സോഹോ,
എക്സ് ഹോട്ടൽ, ഇങ്ങനെയുള്ള പല കണക്ഷൻസും വെച്ചിട്ടാണ് നമ്മളിതെല്ലാം മാനേജ് ചെയ്യുന്നത്. സോ ടെക്ക് വരണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ടിങ്, അതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് മാത്രമാണ്. ഞാൻ ഇപ്പോൾ റമീസും ഞാൻ 2 ചേരിയിലിരിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബൂട്ട് സ്റ്റാർട്ടപ്പാണ്, റമീസ് ഫണ്ടഡ് സ്റ്റാർട്ടപ്പാണ്. ഇത് സർവീസ് ആയതുകൊണ്ട് ബൂട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നും പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാമെന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ആണ്, ഓരോരുത്തരുടെയും ഫൗണ്ടേഴ്സിന്റെ ഇൻഡിവിജ്വൽ ഇതാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഡേ 1 മുതൽ ഞാൻ ബൂട്ട് സ്റ്റാർട്ട്. ഇപ്പോൾ കമ്പനി 120 CR വാല്യൂഷൻ വന്നാലും ഞങ്ങൾ ഒരു രൂപ പോലും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. പക്ഷേ ഇതേ സെയിം എനിക്ക് വേറൊരു പ്രൊഡക്റ്റ് മേ ബി ഫണ്ടിങ് ഇല്ലാതെ ചെയ്യാനും പറ്റില്ല. ഫണ്ടിങ് ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഫണ്ടിങ്. ഞാൻ എടുക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി എന്നെ അറിയുന്ന പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു പീസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു കോൺഫറൻസ് കോളിൽ കയറിയിട്ട് മേ ബി ഒരു 1-2 വർഷമായി കാണും. എനിക്കറിയില്ല ഞാൻ ലാസ്റ്റ് കോൺഫറൻസ് ഒരു കോളിൽ കയറിയത് എന്താണെന്നുള്ളത്. അപ്പോൾ ഫണ്ടിങ് ഉള്ളത് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ട് മാത്രമോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിനൊരു ടീമാണ് വേണ്ടത്. ആ ടീം ബിൽഡ് ചെയ്യുക, പിന്നെ കറക്റ്റ് ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ എന്താ പറയുക, എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമല്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ എത്ര സ്ട്രഗിൾ വന്നാലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും, ഇന്നത്തെ പ്രശ്നമായിരിക്കുമല്ലോ നാളെ വരുന്നത്. ചേഞ്ച്, അതാണല്ലോ സ്റ്റാർട്ടപ്പ്. ഞാൻ എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും, കാരണം ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ആൾക്കാർ ഞങ്ങളുടെ ഇതിലോട്ട് വരുന്നത്. മറ്റേതെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം ടെക്ക് എന്ന് വരുന്ന ഒരാൾ ടെക്കിലോട്ട് വരുമ്പോൾ അയാൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഞങ്ങളൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഹോട്ടലിയറിനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ജോലിക്ക് എടുക്കുന്നത്. സോ അയാൾ കണ്ട സാധനങ്ങളല്ല ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആദ്യം അയാളോട് പറയുന്നത് വെച്ചാൽ ഇവിടെ ഇന്നത്തെ ആയിരിക്കില്ല നാളെ, ചിലപ്പോൾ ഇന്ന് വരുന്ന പണിയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് നാളെ ഉണ്ടാവും, നാളെ ഇതൊക്കെ മാറും. അപ്പോൾ അതിന് റെഡി ആയിട്ട് വരാമെന്നുള്ള, അതുകൊണ്ട് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് എത്ര ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നോ അവർക്കാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനതൊരു ആർക്കെങ്കിലും റിലേറ്റബിൾ ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് ആ രീതിയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് ആക്ച്വലി തീരെ എൻട്രി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയ ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ടെക് എന്ന് പറയുന്നത്. കാരണം അത് എളുപ്പമല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. എല്ലാവർക്കും കൊണ്ടും പറ്റുന്നതല്ല. നമ്മൾ ചില ബിസിനസ്സുകൾ അങ്ങനെ പറയല്ലോ, റെസ്റ്റോറൻറ്റ് ബിസിനസ്, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി, അത് ചെയ്യാൻ അറിയുന്ന, അതിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബേസിക് നോളജ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതിൻ്റെ പുറമെ ഈ കസ്റ്റമേഴ്സുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു സർവീസ് ബിസിനസ് അതും കൂടെ ആയതുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ ഗ്രീവൻസിന്റെ റിഡ്രസലും അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം 200 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നു. അപ്പൊ അത്രയും കസ്റ്റമേഴ്സിനെ അവിടെ ഡെയിലി ബേസിസിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ പ്രോസസ്സുകൾ അത്രയും ഹെവി ആയിരിക്കും, അവിടുത്തെ ഭയങ്കര പീപ്പിൾസ് ഹെവി ആയിരിക്കും ബിസിനസ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ആ ടെൻഷൻ പാർട്ടിന് അല്ലെങ്കിൽ ഈ പ്രോസസ് ഹെവി ബിസിനസ്സിനെ ഓൺ എ ഡെയിലി ബേസിസ് റൺ ചെയ്യുന്നതിലെ തലവേദനകളെല്ലാം ഇല്ലാതാക്കുന്നത്? വാട്ട് ഈസ് യുവർ ഓൺ കൈൻഡ് ഓഫ് പ്രോസസ് ടു ഡീൽ വിത്ത് ഇറ്റ്? ഫസ്റ്റ് തിങ് നല്ല പ്രോപ്പർട്ടികൾ എടുക്കുക എന്നുള്ളതാണ്, കസ്റ്റമർ കംപ്ലൈൻറ്റുകളില്ലാത്ത. ഇപ്പോൾ ഡിസംബറാണ് കഴിഞ്ഞത്. ഡിസംബർ എങ്ങനെ കഴിഞ്ഞു വെച്ചാൽ എനിക്ക് തന്നെ അറിയണ്ടാവില്ല. കാരണം എത്ര ചെക്ക് ഇൻസ് ഉണ്ടെന്ന് വെച്ചാൽ 100 കണക്കിന് ചെക്ക് ഇൻസ്, 1000 കണക്കിന് കസ്റ്റമേഴ്സ് ഡെയിലി എല്ലാവരും വരുന്നത് എക്സ്പീരിയൻസിനാണ്, ഒരു പ്രൊഡക്റ്റ് മേടിക്കാനല്ല. അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പലരും ഫോട്ടോസ് കണ്ടിട്ടായിരിക്കും വരുന്നത്. നമുക്കൊരാളുടെ ഇമാജിനേഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ടേഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല. അയാൾ എന്താണ് ഈ ഫോട്ടോ കണ്ട് എക്സ്പെക്ട് ചെയ്തതോ അല്ലെങ്കിൽ മെഷർ ചെയ്തതോ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഇമാജിൻ വെച്ചിരിക്കുന്നത്. അയാൾ അവിടെ വരുമ്പോൾ ആണ് ഇത് കാണുമോ ഇതിങ്ങനെയാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, ഈ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. 100 രൂപ ചിലവാക്കണമെങ്കിൽ 150 രൂപയുടെ സാധനം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അവിടെ വരുമ്പോഴേക്ക് ആ കസ്റ്റമർ അതിനുള്ള വാല്യൂ കാണണം. ഫസ്റ്റ് തിങ് അതിന് വാല്യൂ കാണണം, പിന്നെ അയാൾ അത് റെഫർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് നോർമലി കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് വളരെ കുറവാണ്. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ വലിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഞാൻ ഇരുന്നിട്ടുണ്ട്. മേ ബി 1-2 വന്നിരിക്കാം. അതല്ലാതെ വലിയ കംപ്ലയിൻറ്റ്സ് നമുക്കൊരു 5 out of 5 ഗൂഗിൾ റേറ്റിങ്ങിൽ കുറേ പ്രോപ്പർട്ടികളുണ്ട്. 4.7 ഉള്ളതുണ്ട്. ഒരു ആവറേജ് ഒരു 4.2 4.3 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എല്ലാ പ്രോപ്പർട്ടികളും ഗൂഗിൾ റേറ്റിങ്ങിൽ. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിനെല്ലാം ഇപ്പോൾ രമേശ് ചോദിച്ച പോലെ ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വെച്ചാൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ബെസ്റ്റ് മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഞാനൊരു നല്ല പണിക്കാരനല്ല, എനിക്ക് ആകെ അറിയാവുന്ന പണിക്കാരെ സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല കുറേ മാനേജേഴ്സിനെ നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, അവർ റൺ ചെയ്യുന്നു, നമ്മളിരുന്ന് ഷോ കാണുന്നു. ഇതാണ് ഉള്ളത്. ആ സെലക്ഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ
നമുക്ക് ടെൻഷൻ മാറിയ സമയം ഉണ്ടാവില്ല. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷൻസ് ഇല്ല ഇതിനകത്ത്. ഞാൻ വളരെ രമീസിനെ കണ്ടാൽ പറയാം, ഞാനൊരു ഒരിക്കൽ പോലും ഒരു ഫോൺ ഉപയോഗിച്ച് ഒരുപാട് ഇരിക്കാറില്ല, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ല. എനിക്ക് കോൾ വളരെ കുറവാണ് വരാറുള്ളൂ. അത് തന്നെയാണ് ഫൗണ്ടറിന്റെ റൈറ്റ്. ലൈക്ക് ഞാൻ സിഇഒ പൊസിഷനിൽ നിന്ന് മാറി അടുത്ത സിഇഒ വന്നപ്പോൾ ഞാൻ സിഇഒക്ക് കൊടുത്തിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്നത് അതുവരെയായിരുന്നു. റൈറ്റ്, ലൈക്ക് ദ അൾട്ടിമേറ്റ് ജോബ് ഓഫ് എ സിഇഒ ഈസ് ടു പ്ലേസ് റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അത് ചെയ്തു കഴിഞ്ഞാൽ സിഇഒന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്രീഡം ഉണ്ടാവും, ലിബർട്ടി ഉണ്ടാവും, ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് വർക്ക് എല്ലാം ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഇൻഫോസിസ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ നാരായണമൂർത്തി, മേ ബി എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ളൊരു കുറച്ച് വേർഡ്സ് ഉണ്ട് പുള്ളിയുടെ അടുത്ത് നിന്നുള്ള വേർഡ്സ് അല്ല. ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തതാണ്, പക്ഷേ അത് നമ്മളെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പുള്ളിയോട് ചോദിച്ചു, പുള്ളി സിഇഒ ആയിരുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് പല സിഇഒസ് വന്നു, ക്രിസ് ഗോപാലകൃഷ്ണൻ വന്നു, SD ശിബുലാൽ വന്നു. അപ്പം നാരായണമൂർത്തി ഒരു സക്സസ്ഫുൾ സിഇഒ ആയിരുന്നു. അപ്പോൾ SD ശിബുലാൽ പുള്ളിയുടെ അടുത്ത നാലാമതായിട്ട് വന്ന ഒരാൾ അത്ര സക്സസ്ഫുൾ അല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു. എന്തുകൊണ്ട് SD ശിബുലാൽ ഒരു സക്സസ്ഫുൾ സിഇഒ ആയില്ല, പക്ഷേ നാരായണമൂർത്തി ഒരു സക്സസ്ഫുൾ സിഇഒ ആയിരുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അതൊരു ഭയങ്കര ക്വസ്റ്റ്യനാണ്. കാരണം അയാൾക്ക് ഒരിക്കലും മറ്റേ ആളെ താഴ്ത്തി പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറഞ്ഞത്, നാരായണമൂർത്തി എന്നുള്ളൊരു സിഇഒക്ക് SD ശിബുലാൽ എന്നുള്ളൊരു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉണ്ടായിരുന്നു നല്ല. പക്ഷേ SD ശിബുലാൽ എന്നൊരു സിഇഒക്ക് SD ശിബുലാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇല്ല. റൈറ്റ്, അതാണ് ആ പീപ്പിൾ എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ കറക്റ്റ് പീപ്പിൾ നമ്മളെ കൂടെയുള്ള ടീം ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവണതനുസരിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരുപാട് ഫാൻറ്റസി സംസാരിക്കില്ല. എനിക്ക് ഫാൻറ്റസി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമില്ല. നമ്മളെ റിയാലിറ്റി ഇതാണ്. ഇതിനൊപ്പം എൻ്റെ കൂടെ കൂടാൻ വരുന്നവർക്ക് വരാം, ഇല്ലെങ്കിൽ പോവാം. കാരണം ഞാൻ എൻ്റെ ഫൗണ്ടേഴ്സ് തന്നെ 2 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എൻ്റെ ഫൗണ്ടേഴ്സ് ഞാൻ 2 പേരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് സ്ട്രോങ് ഡെസിഷൻ എടുക്കാൻ അറിയാം, എനിക്ക് നോ പറയാനും അറിയാം. അതുകൊണ്ട് എനിക്ക് പീസ്ഫുള്ളാണ്. എപ്പോഴാണ് നമ്മൾ പീസ്ഫുൾ അല്ലാതെ ഇരിക്കുക, നമുക്ക് ഫേക്ക് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെയല്ല, ഇത് അയാളെന്ത് വിചാരിക്കും, ഇയാളെന്ത് വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നതല്ല, ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നു എന്ന് പറയും. എനിക്ക് നോ പറയാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നോ ആണ് ഏറ്റവും ടഫ്. പക്ഷേ നോ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പലപ്പോഴും റിലേഷൻഷിപ്പിൽ മാത്രമാണ്. ചില പ്രോപ്പർട്ടി ഓണേഴ്സ് ചിലപ്പോൾ ആ പ്രോപ്പർട്ടി എനിക്ക് ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ അപ്പോൾ ചെയ്ത് കാണിക്കും, പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അപ്പോൾ അവർക്ക് റിയാലിറ്റി മനസ്സിലാവും. ഫൗണ്ടേഴ്സിന് വേണ്ട ഒരു കോർ എബിലിറ്റി ടു സേ നോ. അതെ, അവർക്ക് മാത്രമേ നല്ലൊരു ഫൗണ്ടർ ആവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മേ ബി ഒരു ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്കെയിലിംഗ് സ്റ്റേജിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നോ പറയേണ്ടി, അല്ലേ? ലൈക്ക് ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ദർ ആർ ടൈംസ് വേർ വി സേ മോർ നമ്പർ ഓഫ് നോസ് ദാൻ യെസ്. അങ്ങനെ ഒരു പീരീഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നോ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ബിസിനസ് ഒക്കെ സ്കെയിൽ ആയത് എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നു. നമ്മൾ തുടക്ക കാലഘട്ടത്തിലൊന്നും അധികം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് മീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ രണ്ടുപേരുടെയും ജേണി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതാണ്. ഇപ്പം എൻ്റെ ഫൗണ്ടർ ജേണിയിൽ ആസ് എ ഹ്യൂമൺ അല്ലെങ്കിൽ റമീസ് എന്ന വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലായി കഴിഞ്ഞാലും ഈവൻ എൻ്റെ ലീഡർഷിപ്പ് സ്കിൽസിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം 10 പേരുണ്ടായിരുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ 50 പേരുണ്ടായിരുന്ന കമ്പനി ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം 500 പേരുള്ള കമ്പനിയും ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 പേരുള്ള സമയത്തുള്ള എൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലും 500 പേരുള്ളപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈലും രണ്ടാണ്. പക്ഷെ ആ ട്രാൻസിഷൻ ഞാൻ എടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ട്രാൻസിഷന് ഞാൻ കുറേ എഫേർട്ട് എടുത്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായി തോന്നിയിട്ടുണ്ട്. അത് കമ്പനിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ എന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ വിനോദിൻ്റെ ഒരു ഫൗണ്ടർ ജേണിയിൽ വിനോദ് ആസ് എ പേഴ്സൺ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 പേരുടെ ടീം മാനേജ് ചെയ്തിട്ടുണ്ട്, 50 പേരുടെ മാനേജ് ചെയ്തിട്ടുണ്ട്, 500 പേരുടെ മാനേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ ഇന്ന് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വന്നു എന്ന് ഞാൻ പറഞ്ഞത്. റൈറ്റ്, എൻ്റെ ഓഫീസിലെ ഒരു ട്രാവൽ കൺസൾട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എൻട്രി ലെവലിലിരിക്കുന്ന ഒരാൾ ഇന്ന് അയാളുടെ ഫെയർവെല്ലാണ്. നോർമലി ഞാൻ അങ്ങനെയുള്ള ഫെയർവെൽസിന് വരാറില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണമെന്നില്ല. പക്ഷേ ചെറിയ സക്സസ്സുകളും ചെറിയ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാനും പഠിച്ച പിന്നെയാണ് എനിക്കിതിനകത്ത്, ഞാൻ IT വന്നതുകൊണ്ട് IT എങ്ങനെയാണ്, പ്ലീസ് സെൻഡ് മീ ദിസ് റിപ്പോർട്ട് എൻഡ് ഓഫ് ദ ഡേ, കഴിഞ്ഞു, റിപ്പോർട്ട് കിട്ടിയിരിക്കും.
എസ് ഓർ നോ മാത്രമേ ഉള്ളൂ. ഇവിടെ എസ് ഓർ നോ ഇല്ല. ഈ ഒരു ബിസിനസ്സിനകത്ത് ആൾക്കാരോട് നോ പറയണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇമോഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇതിനകത്ത്. റിലേഷനിലാണ്. അതെ ആൾക്കാർക്ക് അപ്പം എന്നെ ഒരു കമ്പനിയിൽ ഒരു ബാഡ് ഫേസും ഒരു ഗുഡ് ഫേസും ഉണ്ടാവും. എൻ്റെ കമ്പനിയിൽ ഞാൻ ഗുഡ് ഫേസ് തന്നെയാണ്, എനിക്ക് അത്രയും ഉറപ്പായിട്ട് പറയാൻ പറ്റും. എൻ്റെ കമ്പനിയിൽ ഒരാൾ പലപ്പോഴും എൻ്റെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് ആ പ്രോപ്പർട്ടി ഓണർ എന്നോട് ചൂടായി, നിങ്ങൾ പോലും ഇതുവരെ ചെയ്തില്ല എന്ന്. ഞാൻ ഇതുവരെ ഒന്നും മറുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ ആസ് എ പേഴ്സൺ എൻ്റെ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ചുകൂടെയൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പഠിച്ചു. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, വളരെ ഇൻട്രോവേർട്ടായിരുന്നു. എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലോണം. ഇപ്പോൾ ആൾക്കാരെ കണ്ടാൽ പഠിച്ചു, എന്ത് സംസാരിക്കണം എന്ന് വെച്ചു. കാർ ഓടിക്കുമ്പോൾ ഒരുത്ത മുന്നിൽ ചാടികൾ ചിരിക്കാൻ പഠിച്ചു. ഇതൊക്കെ ഓൺട്രപ്രണർഷിപ്പ് കൊണ്ട് ഫിനാൻഷ്യൽ ഉള്ള കാര്യങ്ങളിലൊക്കെ സെപ്പറേറ്റ് ഒരു ഇതാണ്. ഫിനാൻഷ്യലി ഫ്രീഡം വന്നു, അത് ശരിയാണ്, നമ്മൾ വിചാരിച്ച പോലെ ലൈഫ് വന്നു. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആൾക്കാരോട് സംസാരിക്കാൻ പഠിച്ചു, ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ അയാളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് സംസാരിച്ച് വിടുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അയാളെ എന്തൊക്കെ ഫുഡ് കൊടുക്കണം, എന്തൊക്കെ ഡ്രിങ്ക്സ് കൊടുക്കണം, ഇതൊക്കെ മീൻസ് അത്രയും പഠിച്ചു. ആൾക്കാരെ മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഓൺട്രപ്രണർഷിപ്പ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് കണക്ഷൻസ് കിട്ടി, ഒരുപാട് ആൾക്കാരെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനൊന്നും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു ഓൺട്രപ്രണർ ആവുമെന്നുള്ളതും, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. മീൻസ് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട്, ഞാൻ പല ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും അവരെനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇത് ആ ആളാണോ എന്ന് കൺഫേം ആക്കാനായിട്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല, എനിക്ക് 100% ഷുവറാണ്. കാരണം ഞാനൊരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരുന്നില്ല, ഞാനൊരു ആവറേജ് എംപ്ലോയി ആയിരുന്നു. പക്ഷേ ഈ ആവറേജ് എംപ്ലോയിയുടെ എന്താ പറയുക, നമ്മുടെ ഈ ഇങ്ങനെയുള്ള ചിന്തിച്ച് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് ഈ ലൂപ്പൊന്ന് പുറത്ത് കിടക്കണം എന്നുണ്ടല്ലോ. നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നമ്മളെ മുകളിൽ അധികം പേര് വേണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഫ്രീഡം ഉണ്ടാവും, ഭയങ്കര ഫ്രീഡമാണ്. അതായത് ഓൺട്രപ്രണർഷിപ്പ് കൊണ്ട് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് വെച്ചാൽ ടൈമാണ്. വേറെ എന്തിനേക്കാളും കൂടുതൽ ഞാൻ ടൈമാണ് പറയാം. എനിക്ക് ഈ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തത് എനിക്ക് എന്താണോ ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീഡമാണ് ഇനി അങ്ങോട്ട് മനുഷ്യനെ ലീഡ് ചെയ്യണത്. അല്ലാതെ പൈസയോ അല്ലെങ്കിൽ പ്രൊഫഷണലി ഉണ്ടാവുന്ന ഹൈറാർക്കീസോ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻസോ ഒന്നുമല്ല. ടൈം. ഇന്നിപ്പോൾ ഞാനിത് ചെയ്യുന്നു, അപ്പം നാളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ഫ്രീഡം ഓൺട്രപ്രണർഷിപ്പ് കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഇപ്പോൾ റമീസ് പറഞ്ഞ പോലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് മീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ നാട്ടിലേക്കാളും കൂടുതൽ അവിടെ നിന്നായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് മീറ്റ് ചെയ്തില്ല? നാട്ടിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ടൈമിലായിരിക്കും മേ ബി. എനിക്കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റമീസ് നഴ്സറിയിലും കരയിക്കും. എന്താ, ഞാൻ 2021 ഗ്രാജുവേറ്റ്, അപ്പോൾ അതുവരെ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഞാൻ ഒന്ന് പറഞ്ഞത് മേ ബി ഞാൻ പഠിച്ച കോളേജിൽ അല്ല സ്കൂളിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ അതുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സും ഇവിടെയും ദുബായിലും റൺ ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ ഒരു റിസോർട്ടിൻ്റെ ഒരു ഓണർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫേസ് അല്ല എൻ്റെത്. ഒരാൾ എക്സ്പെക്ട് ചെയ്യും, ഇങ്ങനെ വരുന്ന ഒരാളായിരിക്കും. എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഇതിൻ്റെ ഓണർ ആരാന്ന് എന്നോട് ചോദിക്കും ആൾക്കാർ വന്നിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിപ്പോൾ എന്ത് പറയണം, ഞാൻ ഒരു ബാംഗ്ലൂരിലുള്ള ഒരാളാന്ന് പറയും. ഇപ്പോൾ ഇതേപോലൊരു എക്സാമ്പിൾ നമ്മുടെ പുതിയ ഹോട്ടൽ ഇവിടെ ദുബായിൽ എടുത്തപ്പോൾ ഞാനൊരു ഗ്രൗണ്ട് ലെവൽ ബിസിനസ്മാനാണ്. ഞാൻ കൂടെ ഇരുന്ന് പഠിക്കും എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിൽ ഫസ്റ്റ് 3 days ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടൽ എടുത്തു, അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഞാൻ ഇരിക്കും. എന്ത് തരം കസ്റ്റമേഴ്സാണ് വരുന്നത്, ചെക്ക് ഇൻ ടൈംസ് എപ്പോഴാണെന്നൊക്കെ അറിയാനായിട്ട്. ഒരു ഹോട്ടൽ ബിസിനസ്സാണ് ആക്ച്വലി. സോ അപ്പോൾ അവിടെ വേറൊരു സ്റ്റോർ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ എന്നെ ഫ്രണ്ട് ഓഫീസിൽ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ വന്നില്ല. അപ്പോൾ 2 പേരാണ് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുക. അപ്പോൾ മറ്റേ ഒരു ലേഡിയോട് ചോദിച്ചു, ഇന്ന് ആ പയ്യൻ വന്നില്ല, ലീവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണെന്ന് വിചാരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര പ്ലസ് പോയിൻ്റാണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണത്. കാരണം എനിക്ക് അപ്പം റമീസ് പറഞ്ഞ പോലെ റമീസിനെ പലർക്കും അറിയാം. അപ്പോൾ റമീസ് ആരെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടർ റമീസ്. അപ്പോൾ റമീസ് ഒന്ന് ആലോചിച്ച് നോക്കി, വോയ് ഹോംസ് വിനോദ് ബാലനെ പലർക്കും അറിയാം, പക്ഷേ ആ വിനോദ് ബാലൻ ഞാനാണെന്ന് പലർക്കും അറിയില്ല. മനസ്സിലായി. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ
അറിഞ്ഞു തുടങ്ങണം. എനിക്ക് കുറേ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ കുറേ കാലം ജീവിക്കാനായിട്ട്. ഇപ്പോൾ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. ആൾക്കാർ പല സ്ഥലത്തും പോയിരിക്കാൻ നമ്മൾ ഓഫ്ലൈനിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാൻ പറ്റാത്ത ഒരു ഇതൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കണമെങ്കിൽ ദുബായിൽ പോകണം. യെസ്, അങ്ങനെയാണ്. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു ജേണി ഷെയർ ചെയ്തതിന്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്, നോളജ് ഷെയർ ചെയ്തതിന്. വിൽ കൺക്ലൂഡ് വിത്ത് വൺ തിങ്, വൺ അഡ്വൈസ് ദാറ്റ് യു വുഡ് ഗീവ് ടു എ യങ് വിനോദ് ഓർ സമ്മൺ ഹു ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ് ഓർ സ്റ്റാർട്ട് ദെയർ ഓൺടർപ്രണർഷിപ്പ് ലൈഫ്. അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വൺ അഡ്വൈസ്. ഒന്ന് നമ്മൾക്ക് വേണ്ടി ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ. ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും, ഒരുപാട് പേര്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇരിക്കുന്ന കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരിക്കാം. പക്ഷേ ഒരുപാട് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ ടോപ്പ് 23 സ്റ്റാർട്ടപ്സിലുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് 23 സ്റ്റാർട്ടപ്സിൽ കേരളത്തിൽ ആ സമയത്ത് നമ്മളെക്കാൾ എത്രയോ നല്ല സ്റ്റാർട്ടപ്സ് അവിടെ ഉണ്ടായിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് നമുക്ക് എപ്പോഴും മനസ്സിൽ വേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇത് എത്ര ഫെയിലർ ആയാലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. പിന്നെ ബേസിക്കലി സ്റ്റാർട്ടപ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്ട്രഗിൾസാണ്. അപ്പോൾ അതിനെ ബൂട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് ബൂട്ട് സ്റ്റാപ്പ്, അല്ലെങ്കിൽ ഫണ്ടിങ് ആണെങ്കിൽ ഫണ്ടിങ്. അത് ചെയ്ത് പോകാനുള്ള ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ടപ്സിൽ. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് അല്ലാതെ പോകുന്ന ആൾക്കാർ. നമ്മൾ കൂടുതലുള്ള പലരും നമുക്ക് അറിയാം കൺസിസ്റ്റൻ്റ് അല്ലാതെ. ഒരു ചെറിയൊരു ഫെയിലിൽ തന്നെ ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും. ചെറിയ കാര്യമായിരിക്കാം. ഇനിയിപ്പോൾ ഈ നിൽക്കണ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിരിച്ചിരിക്കുമായിരിക്കും. പക്ഷേ എന്താ ചെയ്യേണ്ട, ഒരു കസ്റ്റമറിന് എന്തെങ്കിലും പ്രശ്നം തീർന്നു വെച്ചാൽ ഞാനിങ്ങനെ ടെൻസ്ഡ് ആവും. എനിക്ക് ആദ്യമുള്ളൊരു എൻ്റെ ഒരു പ്രശ്നമാണത്. ഞാൻ എല്ലാവരും പറയും എനിക്ക് ചെറിയ കാര്യങ്ങൾ ഭയങ്കര ടെൻഷനും അതായത് ഈ കാര്യം ഞാൻ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കുന്ന കാരണം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതെന്ന് വെച്ചാൽ അതെൻ്റെ കൺസിസ്റ്റൻസിയാണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളോട് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് വലിയ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. ചെറുതിലെപ്പോഴും ടെൻസ്ഡ് ആവും. അതേപോലെ തന്നെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഒന്ന് നമുക്ക് വേണ്ടി മാത്രം ചെയ്യുക. വേറെ ആളെ പ്ലീസ് ചെയ്യാനോ വേറെ ആൾക്ക് എന്താ പറയുക സക്സസ്ഫുൾ ആണ് കാണിക്കാനോ. പിന്നെ റിയൽ നമ്പേഴ്സ് കാണിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു കുമിളയിൽ കുറേ കാലമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ റിയൽ നമ്പേഴ്സ് കാണിക്കുക. അതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണാലും ആ തറയിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നമ്പേഴ്സ് കറക്റ്റായിരുന്നു. ഞാൻ എപ്പോഴും നമ്പേഴ്സ് കറക്റ്റ് ചെയ്തിട്ടാണ്. കാരണം എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഇല്ല, ഞാൻ ഗ്രാൻറ്റുകളോ ഒരു സാധനവും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് റിയലായിട്ട് പറയാറുണ്ട് ഇതാണ് എൻ്റെ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, റിയലായിട്ടിരിക്കുക. പിന്നെ ഇതിനൊക്കെ കൂടുതൽ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസ്പെറൻസി, ബിസിനസ്സിലെ ട്രാൻസ്പെറൻസിയും പിന്നെ പീസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് എടുത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയായിരുന്നു, അതായത് മുമ്പ് തുടങ്ങിയ സമയത്ത് വിശ്വസിക്കുന്ന അറിയില്ല, ഞാനൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയിട്ട് ഡെൻറ്റിസ്റ്റ് എൻ്റെ പല്ല് നോക്കിയിട്ട് പറഞ്ഞത് ഇതൊരു എന്നെക്കാളും 10 വർഷം മൂത്ത ഒരാളുടെ പല്ലാണെന്ന്. അതായത് അത്രയും ഞാൻ എൻ്റെ സ്ട്രെസ്സ് കടിച്ചു തീർത്തതാണ്, എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റണം. ആ സ്ട്രെസ്സിൽ നമുക്ക് അത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ഇനീഷ്യൽ സ്റ്റേജിലാണ് കൂടുതലും വരിക. അത്രയും നമുക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന കഴിവുണ്ടായവർ മാത്രം. ഇത് എല്ലാവരുടെയും പരിപാടിയല്ല. ബേസിക്കലി ഇത് അത്രേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഒരു നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പറ്റില്ല. ഞാൻ പഠിച്ചതും ചെയ്തതും അതാണെങ്കിലും എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഞാനൊരു നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല. ഓൺട്രപ്രണർ ആലോചിച്ചാൽ ഞാൻ നല്ല ഓൺട്രപ്രണർ അല്ല. ഞാനൊരു ബിസിനസ് ചെയ്ത് പോകുന്നു, മേ ബി സക്സസ് ആവുമായിരിക്കും. ഇപ്പോഴും സക്സസ് ആണെന്ന് വിചാരിക്കുന്ന ആളാണ്. ഡേ 1 മുതൽ സക്സസ് ആണെന്ന് വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാലും നമ്മൾ ഫെയിൽ ആവുമെന്നുള്ള പേടിയുള്ളൂ. നമുക്ക് എപ്പോഴും സക്സസ് ആണ്. ഇന്ന് ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നാളെ ചെയ്യുക, അത്ര മാത്രമേ നോക്കുന്നുള്ളൂ. ചെയ്യാം. സോ താങ്ക് യു വൺസ് അഗെയിൻ. നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കോൺവെർസേഷൻ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു രമേശ്.